ഹലോ നമസ്കാരം. ചന്ദ്രകല ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ടാരോ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത എന്തു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും നമ്മൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, അതിനുശേഷമാണ് ഇനി വരാൻ പോകുന്ന പ്രതീക്ഷിക്കാത്ത മാറ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ റീഡിങ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഒരു ഫയൽ ചൂസ് ചെയ്യണം. ആ ഫസ്റ്റ് പാർട്ട് റെസിനേറ്റ് ചെയ്താൽ മാത്രമേ പിന്നെ പറയുന്നതും നിങ്ങൾക്ക് കണക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് 3 ചാൻസ് ആണുള്ളത്. എപ്പോഴത്തെയും പോലെ ഓരോ ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് ഒരു ചാം ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ചാമുമായി ബന്ധപ്പെട്ട റീഡിങ് കേൾക്കുക. ഇനി ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് കേട്ടത് ശേഷം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കണക്ട് ചെയ്ത് നിൽക്കുന്ന റീഡിങ്സ്, മെസ്സേജസ് സ്വീകരിക്കുക. ഓക്കെ, ഈ ടാരോ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബും ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാനുള്ള സമയം ഞാൻ നൽകുകയാണ്. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ ഇപ്പോഴത്തെ എനർജി, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതിനുശേഷം നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കും. ഓക്കെ, ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയ ജീവിതത്തിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ എനർജി എന്താണ്? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ്? ഓക്കെ, നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു എനർജിയിലാണെങ്കിലും നിങ്ങൾ എന്താ പറയേണ്ടത്, ഒരു അപ്ഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ മുന്നൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവസാനിച്ച് ആ ഒരു ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾ ഹീൽഡ് ആകുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഇനി വരുന്ന വ്യക്തി അത് ആരാണെങ്കിലും അവരെ പൂർണ്ണ മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണ്. അപ്പോൾ നിങ്ങളിതിൽ ചിലപ്പോൾ സഹായിക്കുന്ന ആരെങ്കിലും, നിങ്ങളുടെ സോൾ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഓക്കെ, അവർ നിങ്ങളെ നല്ലോണം സഹായിക്കുന്നുണ്ട് ഇതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട്. മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണോ കാര്യങ്ങൾ വരുന്നത് അതുപോലെ എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എങ്ങനെയാണോ സിറ്റുവേഷൻ അങ്ങനെ തന്നെ അതിനെ സ്വീകരിക്കുകയാണ്. ഓക്കെ, ആ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് അമിതമായിട്ട് ചിന്തിക്കുക, ഓവർ തിങ്ക് ചെയ്യുക, ടെൻഷൻ അടിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ ഇനി എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, ഒരു പ്രണയ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഭയവും ടെൻഷനൊക്കെ ഉണ്ടാവുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പാർട്ട്ണർ അവരെ കണ്ടുമുട്ടില്ലേ, ഇനി കണ്ടുമുട്ടിയതാണോ, ഇനി ഒരിക്കലും കാണില്ലേ, അങ്ങനെ ഒരുപാട് ഭയങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അതേസമയം നിങ്ങൾക്ക് ചില സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് വിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക, അതിൽ കോംപ്രമൈസ് നിങ്ങൾ വരുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതും ഞാൻ കാണുന്നു കേട്ടോ. അതായത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും സിംഗിൾ ആയിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് അവസാനിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജിലാണ്. നിങ്ങളിപ്പോൾ തയ്യാറെടുക്കുകയാണ് ഇനി നിങ്ങളുടെ ആ ഒരു പ്രണയജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് ഒരു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആ ഒരു പാർട്ട്ണർ, അവരെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ചുറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവാം, അതൊക്കെ അത്രയും അങ്ങനെയല്ല, തികഞ്ഞ ഒരാളിൽ നിന്ന് കിട്ടില്ല, നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ചൊക്കെ ഡയലോഗുകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് കാണുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. ചില സമയങ്ങളിൽ ശരിയാണ്, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടില്ല, അത് പറയുന്നില്ല. പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ആവും നിങ്ങളിങ്ങനെ ടെൻസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു ടെൻഡൻസി നിങ്ങളിൽ നിന്ന് ഒരുപാട് പോയിട്ടുണ്ട്. പണ്ട് നിങ്ങൾ എത്രത്തോളം ഓവർ തിങ്ക് ചെയ്തിരുന്നോ അത്രയൊന്നും നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിലും ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി നിങ്ങൾ ഒരുപാട് റിലീസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു റീബർത്ത്, ഒരു ചേഞ്ച്, ഒരു മാറ്റമാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജാണ്. ഓക്കെ, ഒരു അധ്യായം കഴിഞ്ഞു, എന്നാൽ അടുത്തത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് അർഹിക്കുന്ന സ്നേഹവും കരുതലൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഡിവൈൻ ടൈമിങ്ങിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന ആളെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിനെ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്ത് യൂണിവേഴ്സ് കൊണ്ടുതരും എന്നൊരു വിശ്വാസവും നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് നല്ല ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നത്, കൂടുതൽ നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നത്, അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ പുറത്തു പോകുന്നുണ്ടാവാം. പതിവിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഞാൻ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ, അതിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ചാപ്റ്റർ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഭയമല്ല, നിങ്ങൾക്ക് ധൈര്യമാണ്. അതെങ്ങനെ വരുന്നു അതുപോലെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്, അങ്ങനെ കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ 99% കഴിഞ്ഞു പോയതിൽ നിന്ന് നിങ്ങൾ ഹീൽഡായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു ഫുൾ എനർജിയിലാണ്. ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ലൈഫ് എങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ, ഒഴുക്കിനൊപ്പം പോവുക എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി. ഓക്കെ, നിങ്ങൾ ആ ഒരു ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിതം എങ്ങനെയൊക്കെ ആസ്വദിക്കാം, എങ്ങനെയൊക്കെ അതിൽ സന്തോഷം കണ്ടെത്താം എന്നുള്ളത് മാത്രമാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത കെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള എനർജീസ്, അതിപ്പോൾ ചില സാഹചര്യങ്ങളാകാം, ചില വ്യക്തികളാകാം. ഓക്കെ, ചില വ്യക്തികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആവാം. അതൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്വസ്ഥത സമാധാനമാണ്. ഓക്കെ, ആ ഒരു സ്വസ്ഥതയും സമാധാനം ആരെങ്കിലും, ഇപ്പോൾ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒട്ടും കംഫർട്ടബിൾ ആവുന്നില്ല, നിങ്ങൾക്ക് വീണ്ടും ആ പഴയ നെഗറ്റീവ് ചിന്തകളൊക്കെ വരുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അതൊക്കെ അതിനൊക്കെ ഒരു സ്ട്രോങ് ബൗണ്ടറി നിങ്ങൾ വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആരെയും അതുപോലെ തന്നെ നിങ്ങൾ മാറ്റത്തിനെ റെസിസ്റ്റും ചെയ്യുന്നില്ല. നിങ്ങളൊരു സറണ്ടറിങ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. നിങ്ങളെയും നിങ്ങളുടെ പ്രണയ ജീവിതത്തെയും യൂണിവേഴ്സിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണോ മാറ്റം വരേണ്ടത് അത് യൂണിവേഴ്സ് ആ കൃത്യസമയത്ത് കൊണ്ടുവരട്ടെ എന്ന ഒരു എന്താ പറയണ്ടേ, ആ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് നിങ്ങൾ. ഇനി ഈ ഒരു ഭാഗം റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോകാം കേട്ടോ. ഗ്രൂപ്പ് 1 കളക്റ്റീവ് പ്രതീക്ഷിക്കാത്ത എന്ത് മാറ്റമാണ് അവരുടെ പ്രണയ ജീവിതത്തിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ കാർഡ് ഞാൻ ഡെക്ക് എന്താ പറയുക, ഡിവൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഷഫിൾ ചെയ്യാൻ ഡിവൈഡ് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ കൺഫർമേഷൻ വരട്ടെ, ഓക്കെ, അത് വരാനുള്ളതാണെങ്കിൽ അത് ഈ സ്പ്രെഡിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ എടുത്ത് പറയാൻ. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു പുതിയ അധ്യായം, അതും വളരെയധികം സ്നേഹവും പിന്നെ ഒരുപാട് എന്താ പറയേണ്ട സമാധാനവും ഒക്കെ നിറഞ്ഞ, നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കുന്ന, എന്നാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കപ്പെടുന്ന ഒരു അധ്യായം. ഓക്കെ, അതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. പുതിയൊരു വ്യക്തിയാണ്, പുതിയൊരു എനർജിയാണ്. ഇവർ ചിലപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്നതിൽ നിന്നും കുറച്ച് അകലെ ആയിരിക്കാം. ഓക്കെ, ഒരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് അവിടെ നിന്ന് നിങ്ങൾ അടുത്തായിട്ട് തന്നെ എവിടേക്കെങ്കിലും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും, വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങളിവരെ മീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു യാത്ര എന്തായാലും ഉണ്ട്. വളരെ ഫ്രഷ് എനർജിയാണ് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കാർഡ്സും കാണിക്കുന്നത് ഫോർവേഡ് മൊമെൻറ്റ്, ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, ഇത് ഒട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. ഓക്കെ, നിങ്ങളത് ഒരുപാട് എൻജോയ് ചെയ്യും എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ ഓരോ മൂമെൻറ്റും ആസ്വദിക്കും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ഫ്രീ സ്പിരിറ്റ് എനർജി ഉണ്ടല്ലോ, അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു
പോകുന്ന രീതി ഉണ്ടല്ലോ, അതിൽ തന്നെ അപ്പോൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ നിങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്തിപ്പെട്ടാലും. ഓക്കെ, ആ ഒരു നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫ്രീഡം അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ ബന്ധമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒരു അവസാനിച്ചിട്ടിരിക്കുന്ന സമയമാണ്, ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ഇല്ല. അത്രയും നിങ്ങൾ എന്താ പറയുക, ഹീൽഡ് ആവുന്ന ഒരു കണക്ഷൻ. യാത്ര ഉറപ്പായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇനി എന്താ പറയുക, നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന സിറ്റുവേഷനിലൂടെ വിഷ്വലൈസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, എങ്ങനെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ മാറ്റം വരാം എന്ന് വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ചല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കഴിഞ്ഞു പോയ പോലത്തെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനിയും ഉണ്ടാവുമോ എന്നുള്ള എന്ത് പാടില്ല, ഒരു ഭയത്തോട് കൂടിയിട്ടല്ല നിങ്ങളുടെ ഫ്യൂച്ചറിനെ, നിങ്ങളുടെ ലവ് ലൈഫിലെ ഇനി വരാൻ പോകുന്ന ആ ഒരു അധ്യായത്തിനെ നോക്കിക്കാണേണ്ടത്. അതൊരു പുതിയ അധ്യായമാണ്. അതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പും ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറും ആ ഒരു എന്താ പറയുക, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന രീതിയിൽ വേണം നിങ്ങൾ ആ വരുന്ന ഇനി ഭാവിയെ നോക്കിക്കാണാൻ എന്ന് പറയുന്നു. ഗ്രൂപ്പ് 1 ജീവിതത്തിലേക്ക് വരുന്ന ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് തരാമോ? ആ വ്യക്തി ആരായിരിക്കും? അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓക്കെ, ഒരു ടവർ മൊമെൻറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വ്യക്തി വരുന്നത്. കാരണം നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ആൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സമയത്ത് ആണ് നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്യുന്നത്. ഇവർ വളരെ ഒരു എക്സ്ട്രോവേർട്ട് എനർജിയാണ്, വളരെ കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസം നല്ലോണം ഉണ്ട്, അതുപോലെ കാണാനും വളരെ അട്രാക്റ്റീവാണ് എന്ന് കാണുന്നു. പിന്നെ അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് അവർ ഒരു എക്സ്ട്രോവേർട്ട് എനർജി ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു വാസ്റ്റ് നെറ്റ്വർക്ക് അവർക്ക് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രണ്ട്സായിട്ടായാലും അല്ലെങ്കിൽ പരിചയക്കാരായിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും. പിന്നെ അവർക്ക് പിന്നെ പുറത്ത് പോകാനും ആളുകളായിട്ട് ഇടപഴകാനും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കരിയറിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. ചിലപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ഉള്ള ഒരാളായിരിക്കാം. ഇനി എന്ത് ക്ലൂസാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് തരാൻ സാധിക്കുക? ഗ്രൂപ്പ് 1 ജീവിതത്തിലേക്ക്, പ്രണയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ വ്യക്തി. ഓക്കെ, അവരും ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, സെൽഫ് ലവ് വളരെയധികം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അവരുടെ ആ ഒരു അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നതും അവരെ തന്നെയാണ്. അതൊരു സ്വാർത്ഥമായ രീതിയിലല്ല, അവർ ചെയ്യേണ്ട രീതിയിൽ തന്നെ. ഓക്കെ, ആ ഒരു സെൽഫ് ലവ് അതിൻ്റേതായ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് കാണുന്നു. പിന്നെ കുറച്ചൊരു ചെറുപ്പം എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കാളും പ്രായത്തിന് താഴെയായിരിക്കാം, അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് വളരെ ചെറുപ്പമായിരിക്കും. ഓക്കെ, ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതേസമയം അവർക്ക് ആളുകളായിട്ട് കൃത്യമായ ബൗണ്ടറി ഉണ്ട്. ഓക്കെ, പിന്നെ സംസാരിക്കുമ്പോൾ വളരെ ഡയറക്റ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവരിങ്ങനെ എന്താ പറയുക, വളഞ്ഞ വഴി മൂക്ക് പിടിക്കുക എന്ന് പറയില്ല, അങ്ങനെയൊന്നുമല്ല. പറയാനുള്ളത് അതിൻ്റേതായ രീതിയിൽ. ഓക്കെ, റൂഡായിട്ടൊന്നുമല്ല, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയും. അത് ഇങ്ങനെ മറച്ചു വയ്ക്കൊന്നും ചെയ്യില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് ചിന്തിക്കുക, അങ്ങനത്തെ ഇതൊന്നുമില്ല. അവരുടെ ഇൻറ്റൻഷൻ എന്തുകൊണ്ട് അവരിത് പറയുന്നു എന്നതൊക്കെ അവർ പറയും, വളരെ ഓപ്പണായിട്ട് പറയും. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ എന്താ പറയുക, ഈ പറയുന്ന പോലെ വളരെയധികം ആളുകളായിട്ട് ഇടപഴകാൻ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലേക്ക്, അതായത് അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അവർ ആളുകളെ അടുപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളിയാണ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ചിട്ടാണ്. അല്ലാതെ വരുന്ന എല്ലാവരെയും അവരങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക, അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ പേഴ്സണൽ സ്പേസിലേക്ക് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അവിടെ ഒരു സ്ട്രോങ് ബൗണ്ടറി ഉണ്ട്. ഓക്കെ, അവർക്ക് അത്രയും വിശ്വാസമുള്ള, അവർക്ക് അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ മാത്രമാണ് അവരെന്ത് ചെയ്യുക, അവരുടെ ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാമെന്ന് കാണുന്നു. അതുപോലെ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ ഒരു അതോറിറ്റി എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ പ്രൊഫഷൻ വൈസ് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു ബോസ്, ഒരു ഹെഡ് എനർജിയിലായിരിക്കും. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ബോൺ ലീഡറാണ്. ഓക്കെ, ആ ഒരു എനർജി കിട്ടുന്നുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആണ്. അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, അവർ വളരെ കോൺഫിഡൻ്റ് ആണ് കേട്ടോ.
പിന്നെ ഹയറോഫൻ്റ് എനർജിയാണ് കിട്ടുന്നത്. അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവർ ഈ ഒരു ട്രഡീഷണൽ മാരേജ് ലൈഫിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് ട്രഡീഷണൽ ആണ് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. അതായത് ഇവർ ഗ്രൂപ്പ് 1 കളക്റ്റീവ് ഈ വ്യക്തിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഒരു ഒക്കേഷൻ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ? Clarify the Nine of Wands. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് കേട്ടോ. നമുക്ക് ക്യൂൺ ഓഫ് വാൻസ്, അത് കിങ് ഓഫ് വാൻസ്, ക്യൂൺ ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. ആ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി കിട്ടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരേ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനത്തെ ആളുകളാണ്. ആ ഒരു ഫയറി എനർജി രണ്ടുപേരിലും ഉണ്ടാവുമെന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാണുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ ഓക്കെ, നിങ്ങൾ കുറച്ച് അവരിൽ നിന്ന് ഒരു അകലം പാലിക്കാൻ സാധ്യതയുണ്ട്. അവരെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ തീർത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ പരിചയപ്പെടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഇംപ്രഷൻ അവരെക്കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാമെന്ന് കാണുന്നു. ഒരു യാത്രയുടെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു റീലൊക്കേഷൻ കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ റീലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ അവർ ഇവിടെ വരുമ്പോഴോ അങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യാത്രയ്ക്കിടയിലോ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടിട്ടൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ എന്തായാലും ഇവരെ കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ കരിയർ റിലേറ്റഡ് ആയിരിക്കാം. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എവിടേക്കാണോ അതിനെ ബന്ധപ്പെട്ട് ആ ഒരു യാത്രയിലായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു കരിയറിലെ എന്താവശ്യത്തിനാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്, എവിടേക്കാണോ യാത്ര ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ഇവരെ കണ്ടുമുട്ടുക. ഇനി എന്തെങ്കിലും ഈ ഒരു പ്രതീക്ഷിക്കാത്ത പ്രണയത്തിൽ സംഭവിക്കുന്ന ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും ഇനി ഗ്രൂപ്പ് 1 അറിയേണ്ടതുണ്ടോ? ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ ഗ്രൂപ്പ് 1? നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാനൊരു സാധ്യതയുണ്ട് കേട്ടോ. ഫസ്റ്റിൽ കാണുമ്പോൾ ആ ഫയറി എനർജി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിൻ്റെ പുറത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, ആ ഒരു അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. വളരെ ഒരു ഒബ്സസീവ് എനർജി പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം. കാരണം അവരെക്കുറിച്ച് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി തിങ്ക് ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ താരതമ്യം ചെയ്യുകയോ അതിൻ്റെ ബേസിൽ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യരുത് എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഇതൊരു ഓൺലൈനിലൂടെ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആദ്യം നടക്കാം, അതിനുശേഷം ഫേസ് ടു ഫേസ് മീറ്റിംഗ് നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓൺലൈനിലായിരിക്കാം. ഓക്കെ, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇവർ ഒരിക്കലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല ഇവരുടെ കൂടെ ആകുമ്പോൾ. ഓക്കെ, ഇവരെപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ പേജിലാണോ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും അതിന് തയ്യാറാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ. ഓക്കെ, അത് അനുമാനിച്ചുകൊണ്ട് സ്വയം ഗസ് ചെയ്തുകൊണ്ട് അങ്ങനെ കടക്കരുത് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ക്ലാരിറ്റി മസ്റ്റാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ബേർഡൻസ് ഒന്നും നിങ്ങൾ ഏറ്റെടുക്കരുത് എന്നും പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഫോളോ ചെയ്യണം, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഗ്രൂപ്പ് 1 ഇൻറ്റൻഷൻ എന്താണ് ആയിരിക്കാം? അവരൊരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനാണ്
എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ. ഓക്കെ, ക്ലാരിഫൈ ദ വീൽ ഓഫ് ഫോർച്യൂൺ. പറഞ്ഞല്ലോ, അവരാഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ് നിങ്ങളുടെ കൂടെ. പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ചെയ്യാതിരിക്കുക. രണ്ടുപേരും പൂർണ്ണമായി തയ്യാറാകുമ്പോൾ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തിലെ ഒരു തരത്തിലുള്ള എന്താ പറയണ്ടേ, നിങ്ങൾ കംപ്ലീറ്റ്ലി അതിനെ വിട്ടിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞു പോയ വല്ല ബന്ധങ്ങളിലത്തെ എന്തെങ്കിലും നടക്കാതെ പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന വ്യക്തിയും ഗ്രൂപ്പ് 1 തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? നല്ലൊരു ബ്യൂട്ടിഫുൾ സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. പരസ്പരം ഒരുപാട് സ്നേഹവും ഒക്കെയുള്ള ഒരു കണക്ഷൻ. ക്ലാരിഫൈ ദ 7 ഓഫ് സോർഡ്സ്. ക്ലാരിഫൈ ദ 7 ഓഫ് സോർഡ്സ്. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവാം. അതായത് അവർ ചിലപ്പോൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളെ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും. വളരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്ലി ആവും അവർ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യെസ് പറയും എന്ന് ഉറപ്പ് വരുന്നവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അവർ ഓൾറെഡി ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷൻ, ഒരു ഫാമിലി ലൈഫാണ് നിങ്ങളുടെ കൂടെ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടരുത് എന്നുള്ള ആ ഒരു തീരുമാനം അവർക്കുണ്ടാവും. ഓക്കെ, അതനുസരിച്ചിട്ടാവും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കണക്ഷനായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബഹുമാനിക്കുകയും അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു പേഴ്സണൽ സ്പേസൊക്കെ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു കണക്ഷനായിട്ടാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 4 ഓഫ് സോർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒട്ടും സ്ട്രെസ്ഫുൾ ആയിരിക്കില്ലേ. അതായത് ഈ നമ്മൾ പറയില്ലേ, എന്താണ് പറയുക, ഈ ഒരു വാക്കിംഗ് ത്രൂ ദ തിൻ ഐസ്, അങ്ങനെ ഒരു പറയില്ല. അല്ലെങ്കിൽ വേറൊരു വാക്കുണ്ട് നമ്മുടെ മലയാളത്തിൽ, നമ്മളൊരു എന്താ പറയുക, ഈ ഞാണുമക്കൂടെ നടക്കുക, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ. നിങ്ങൾ വളരെ റിലാക്സ് ചെയ്ത്, നിങ്ങൾ രണ്ടുപേരും വളരെയധികം റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങളെ വളരെ എൻജോയ് ചെയ്യുന്നൊരു റിലേഷൻഷിപ്പായിട്ടാണ് ഞാനത് കാണുന്നത്. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കണക്ഷൻ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. വളരെ എന്താ പറയുക, ഒരുപാട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ, വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാനും, അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവാനും, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാനും, അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അട്രാക്ഷനും പാഷനും ലൈഫ് ലോങ് ഉണ്ടാവാനും, അങ്ങനെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കണക്ഷനായിട്ട് ഇത് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഇതിനുണ്ട്. ഓക്കെ, എപ്പോഴത്തെ പോലെ ഞാൻ പറയുന്നത് നിങ്ങളുടെ തീരുമാനമാണ്, എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളത്. ഈ ഒരു ഗൈഡൻസ് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ, രണ്ടുപേരും ഒരേ പേജിലാണ്. അതായത് രണ്ടുപേരും എന്താ പറയുക, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പൂർണ്ണമായി തയ്യാറാകുമ്പോൾ മാത്രം പോവുക. ഒരാൾ തയ്യാറാണ്, മറ്റാൾ അതിനു വേണ്ടി ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമയം വേണമെങ്കിൽ ആ സമയം കൊടുക്കുക നമ്മൾ. ഓക്കെ, അങ്ങനെയും പറയുന്നുണ്ട്. പരസ്പരം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പറയുന്നു. പിന്നെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യത്തിലും വ്യക്തത വരുത്തുക, ഉറപ്പായിട്ടും വരുത്തുക. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അങ്ങനെയാവും ഉദ്ദേശിച്ചത് എന്ന് വിചാരിക്കാതെ, ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് തുറന്നു ചോദിക്കുക. ഈ വ്യക്തി വളരെയധികം ഓപ്പണായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും ഒരു ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. അത് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വ്യക്തിയെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള ക്ലൂസാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ഇനീഷ്യലോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മന്തോ ഇതൊക്കെ കാണാം. അതൊക്കെ എക്സ്ട്രാ കൺഫർമേഷനാണ്. പക്ഷേ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഈ വ്യക്തി, അവരെക്കുറിച്ചുള്ള ക്ലൂസ്, അതുമായി ബന്ധപ്പെട്ട് ഈ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ.
ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡേറ്റ്, ഒരൊറ്റ ഡേറ്റ് കിട്ടിയിട്ടുള്ളൂ 6th. അപ്പോൾ 6th അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. പിന്നെ 3 മാസങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ജാനുവരി, മെയ്, ഒക്ടോബർ. ഇതിൽ നിങ്ങളുടെ ജന്മമാസം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇപ്പം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്ലൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്ട്രാ കൺഫർമേഷൻ ആണ് ഇത് നിങ്ങളുടെ പൈൽ തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ ക്ലൂസൊക്കെ അവരുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ഇനി 2 വീക്ക് ഡേയ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫ്രൈഡേ, വെനസ്ഡേ. ഓക്കെ, ചിലപ്പോൾ ഈ ഏതെങ്കിലും ആഴ്ചകളിലായിരിക്കാം അവർ ജനിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ആഴ്ചകളിലാവും നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യാം, അതും ഞാൻ കാണുന്നു. പിന്നെ OR, ഈ 2 ഇനീഷ്യൽ കിട്ടിയിട്ടുള്ളത് OR ആണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ മിഡിൽ നെയിം ഇനീഷ്യലൊക്കെ ആയിരിക്കാം, അതായത് അവരുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വ്യക്തിയുടെ. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് സോഡിയാക് സൈൻസ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ക്യാൻസർ കിട്ടിയിട്ടുണ്ട്, ലിയോ, സ്കോർപ്പിയോ, പിന്നെ അക്വേറിയസ്. അപ്പോൾ ഒരു എന്താ പറയേണ്ടത്, നിങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ വ്യക്തിയുടെ സൺ മൂൺ റൈസിങ് സൈൻ ഈ പറയുന്ന പോലെ ക്യാൻസറോ, ലിയോയോ, സ്കോർപ്പിയോയോ, അക്വേറിയസോ ആവാം. അതുപോലെ നിങ്ങളുടെ സൺ മൂൺ റൈസിങ് സൈൻ ഇവിടെ ഉണ്ടായിരിക്കുക കേട്ടോ. ലിയോ പ്ലേസ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, ആ വ്യക്തിയിലും ഞാൻ കാണുന്നുണ്ട്. കാരണം ആ ഒരു ഫയറി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജീനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അവരുടെ ഒരു മസ്റ്റായിട്ടും ഒരു ഫയർ പ്ലേസ്മെൻറ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ലിയോ പ്ലേസ്മെൻറ്റ് തന്നെയായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിലെ ക്ലൂസ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്ട്രാ കൺഫർമേഷനായിട്ട് എടുക്കുക. അപ്പോൾ ഈ പറയുന്ന ക്ലൂസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. നിങ്ങളിത് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻജോയ് ചെയ്തെങ്കിൽ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ പിക്ക് എ ചാം റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാം. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ടൈം സ്റ്റാമ്പ്സിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചെയ്യുകയാണെങ്കിലും ഇമെയിൽ ചെയ്യുകയാണെങ്കിലും മലയാളത്തിൽ റീഡിംഗ് വേണമെങ്കിൽ അത് എടുത്ത് പറയണം. ഓക്കെ, ഞാൻ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷിലാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ അപ്പോൾ മലയാളത്തിലുള്ളത് ഞാൻ അയച്ചു തരാം. ഓക്കെ, പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം റീഡിംഗ് വേണമെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങൾ പറയണം. ഓക്കെ, ഇപ്പോൾ താല്പര്യമില്ല, ഇപ്പം ഞാൻ നോക്കുന്നില്ല എന്നാണെങ്കിൽ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കാരണം നമ്മൾ ഇങ്ങനെ സ്ലോട്ടുകൾ ഒരു ദിവസം 5 സ്ലോട്ടേ ഉള്ളൂ ബുക്ക് ചെയ്യാനായിട്ട്. 5 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ബുക്കിംഗ് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അതിപ്പോൾ ഇന്ന് നിങ്ങളുടെ എന്താ പറയുക ബുക്കിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞാൽ പോലും 5 സ്ലോട്ട് കഴിഞ്ഞ് ഫുള്ളായതിന് ശേഷമാണ് നിങ്ങളുടെ ഈ ബുക്കിംഗ് പ്രോസസ്സ് കഴിയുന്നതെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് അത് കണക്കാക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ 7 ദിവസമാണ് ഞാൻ സമയം സ്റ്റാൻഡേർഡായിട്ട് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ബുക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ തൊട്ട് 7ാമത്തെ ദിവസം ആണ് നിങ്ങൾക്ക് റീഡിംഗ് കിട്ടുക. അതാണ് സ്റ്റാൻഡേർഡ് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റീഡിംഗ് വേണമെങ്കിൽ 24 hours-ൻ്റെ ഉള്ളിൽ കിട്ടുന്ന റീഡിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ബുക്ക് ചെയ്ത് ബുക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റീഡിംഗ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ദയവ് ചെയ്ത് എന്താ പറയുക, ഈ 7 ദിവസത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡെലിവറി ഡേറ്റിലുള്ള റീഡിംഗ് ബുക്ക് ചെയ്ത് വേഗം തരുമോ എന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ആരാണോ ആദ്യം ബുക്ക് ചെയ്യുന്നത് അവർക്ക് ആദ്യം റീഡിംഗ്, ആ ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് ഇടയിൽ നിർത്തി ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, അത് ഞാൻ ആ ഓർഡറിൽ അപ്പോൾ തന്നെ എഴുതി വയ്ക്കും. കൺഫേം ആവുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് എഴുതി ഒരു ബുക്കിൽ സൂക്ഷിച്ചിട്ട് ആ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ റീഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് നിങ്ങളുടെ നേരത്തെ ചെയ്യാനോ നിങ്ങളുടെ എന്താ പറയുക ആദ്യം ചെയ്ത് തരാനോ പറ്റില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 24 hours-ൻ്റെ ഉള്ളിൽ കിട്ടുന്ന റീഡിംഗ് ബുക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ ഞാൻ അയക്കുന്ന ഡോക്യുമെൻറ്റിൽ എന്താ പറയണ്ടേ, എൻ്റെ ചാനലിലൊരു മെമ്പർഷിപ്പ് ഉണ്ട്, സീ ടാരോട്ട് സോൾ ട്രൈബ് ബേസിക് മെമ്പർഷിപ്പ് പ്ലാൻ. ഈ മെമ്പർഷിപ്പ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ മാസം ഒരു തുക അടച്ചുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഒരു മെമ്പർഷിപ്പാണ്. ഓക്കെ, ആ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണല്ല ജോയിൻ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൻ്റെ ആ ഒരു ഐക്കണൊക്കെ കാണില്ലേ, ലോഗോയും പേരും കാണും, തൊട്ട് താഴെ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ജോയിൻ. ആ ജോയിൻ ബട്ടൺ ഞെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പ് പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുക. ഓക്കെ, അതിലുള്ളവർക്ക് റീഡിംഗ് റേറ്റിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഡിസ്കൗണ്ട് റേറ്റ് ഞാൻ ഈ പറയുന്ന ഡോക്യുമെൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അത് ടേബിൾ 3 ടേബിൾ 4 ഓക്കെ, നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കാത്ത പക്ഷം നിങ്ങളൊരു സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ റേറ്റ് ബാധകമല്ല.
ആ റേറ്റ് ആകെപ്പാടി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമാണ് ബാധകമായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടേബിൾ 1 ടേബിൾ 2 റേറ്റാണ് നോക്കേണ്ടത്. മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പക്ഷേ നിങ്ങൾ ആ ഡോക്യുമെൻ്റ് വായിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം അത് മലയാളത്തിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഡോക്യുമെൻ്റാണ്. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും വളരെ സിമ്പിൾ ലാംഗ്വേജിൽ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്താ സംശയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ സംശയം തീർത്ത് തരാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ദയവ് ചെയ്ത് അത് വായിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് റീഡിങ് തരിക, എത്ര ദിവസത്തിനുള്ളിൽ തരും, ഏതൊക്കെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് റീഡിങ് ചോദിക്കാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി കിട്ടും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ വായിക്കും എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അത് അയച്ചു കഴിഞ്ഞ് പിന്നാലെ തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയരുത്. കാരണം അത് വായിക്കണം, വായിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, കുറച്ചൊന്ന് ക്ഷമ കാണിക്കൂ. അപ്പോൾ നിങ്ങൾക്കും അത് എളുപ്പമാണ്, എനിക്കും അത് എളുപ്പമാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാ ഫീഡ്ബാക്കുകൾക്കും എല്ലാ നല്ല നല്ല കമൻസിനും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇപ്പോൾ എന്താ പറയുക, ചന്ദ്രകല സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യുന്നവർക്കും എല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെ, വീഡിയോയുമായി എൻഗേജ് ചെയ്യുന്നവരോടും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് അല്ലെങ്കിൽ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയജീവിതത്തിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയജീവിതത്തിലെ ഇപ്പോഴത്തെ എനർജി എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ വളരെ സിംഗിളാണ് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സിംഗിൾ ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ ലൈഫിൽ എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, ഒരു ആക്റ്റീവ് റിലേഷൻഷിപ്പ് ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല ആരുടെയെങ്കിലും ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര് നിങ്ങളെ എന്താ പറയണ്ടേ, ഒന്ന് പ്രപ്പോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട്. ക്ലാരിഫൈഡ് എംപറർ, താങ്ക് യു. ഓക്കെ, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സിംഗിളാണ്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ, ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ ആക്റ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ്, അതായത് ഒരു പ്രോഗ്രസ് നടക്കുന്നുണ്ടെന്ന് കാണുന്നു. യെസ്, നിങ്ങളിപ്പോൾ സിംഗിളാണ്, പക്ഷേ നിങ്ങൾ വളരെ വൈകാതെ തന്നെ നിങ്ങൾ കമ്മിറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടാണ് കമ്മിറ്റഡ് ആവാനുള്ള സാധ്യത. കാരണം നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെയധികം ഇങ്ങനെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നടക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്നാൽ എന്താ പറയുക, ഇപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയാലും നിങ്ങളായിട്ടൊരു ഇനീഷ്യേറ്റ് എടുക്കുന്നില്ല എന്ന് ഞാൻ കാണുന്നു. കാരണം നിങ്ങൾ വളരെ സെലക്റ്റീവാണ്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാത്രമാണ്, വേറെ ആരുമല്ല. ഓക്കെ, നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ ചോയ്സ് എന്താണെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചോയ്സ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വേഗം തന്നെ കണ്ടുമുട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, വളരെ ഹാപ്പിയാണ് നിങ്ങൾ. ഈ അടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എടുത്തു പറയേണ്ട ഒരു നേട്ടമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിലൊരു ഒറ്റപ്പെടലൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ സക്സസ്ഫുള്ളി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സമയമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഏകാന്തത അതിൽ നിങ്ങൾ വിഷമിക്കില്ല, നിങ്ങളത് ആസ്വദിക്കുകയാണ്. ഓക്കെ, നിങ്ങളതുപോലെ തന്നെ ഒറ്റയ്ക്ക് നേടിയെടുത്തിട്ടുള്ള ഒരു വിജയം, ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടുത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് കാണുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് അതിലൊക്കെ സന്തോഷിച്ച് നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് ആ ഒരു സോളിറ്റ്യൂഡ് ലൈഫ് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ കഴിഞ്ഞ എന്തെങ്കിലും ബന്ധങ്ങളോ ഒക്കെ പ്രണയബന്ധങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ബ്രേക്കപ്പ് ആയി എന്ന് വെച്ചാലും നിങ്ങൾ അതിലൊന്നും അങ്ങനെ ആദ്യമൊക്കെ നിങ്ങളതിൽ ഒരുപാട് വിഷമിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിംഗിൾ വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ,
ശരി, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു ന്യൂ കണക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണറിനെ. പക്ഷേ എന്താ പറയണ്ടേ, നിങ്ങൾ ഡെസ്പറേറ്റ് അല്ല, അതാണ് കറക്റ്റ് വാക്ക്. ഓക്കെ, ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള, ആരെങ്കിലും ഒന്ന് പ്രണയിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു ഡെസ്പറേഷൻ നിങ്ങൾക്കില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഒരിക്കലും നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഡെസ്പറേറ്റ് ആവരുത്. ഓക്കെ, നമ്മൾ ഡെസ്പറേറ്റ് ആവുമ്പോൾ അവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇതിനൊരു എന്താ പറയുക, ഞാൻ ഇതല്ലാതെ, ഈ വ്യക്തി ഇല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ ഈ സുഹൃത്തുക്കളില്ലാതെ എനിക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നിങ്ങൾ ആ ഡെസ്പറേറ്റ് ആവുന്നത്. ഒറ്റയ്ക്കുള്ള ജീവിതത്തിന് എന്തോ ഭീകരതയുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യാൻ പഠിച്ചു തുടങ്ങുന്നിടത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ വന്നാലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഏകാന്തത നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ തന്നെ കമ്പനി ആസ്വദിക്കുന്നില്ല. അത് വേണം. അവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെ നമുക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അതൊരു സൈഡ് നോട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഗ്രൂപ്പ് 2ൻ്റെ ഒരു ഇത് കാണുന്നത്, നിങ്ങൾ ഒട്ടും ഡെസ്പറേറ്റ് അല്ല. ശരിയാണ്, നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ സ്പൗസ് വേണം, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ഫാമിലി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് വന്നെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മാത്രം ധൃതിയൊന്നുമില്ല. നിങ്ങൾ വളരെ ഹാർമോണിയസ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു. ഇപ്പം നിങ്ങൾ സിംഗിളാണ്, ആ സിംഗിൾ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളിനി കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഇൻ ബാക്ക് ഒരു സിംഗിൾ ലൈഫ് ഇല്ല അല്ലേ. അപ്പോൾ കമ്മിറ്റഡ് ആകുമ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളുണ്ട്, ഒരു പാർട്ട്ണർ വരികയാണ്. അപ്പോൾ അതുവരെ ആ ഒരു സിംഗിൾ ലൈഫ് നിങ്ങളിങ്ങനെ ആസ്വദിച്ചു പോവുകയാണ് എന്ന് ഞാൻ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ മുൻപ് നിങ്ങൾക്ക് ആ ഒരു ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയില്ല, നിങ്ങൾ എൻജോയ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഡെസ്പറേറ്റ് അല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ നടന്നിരിക്കാം, അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പൊക്കെ അവസാനിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ മൊത്തത്തിലൊരു സോളിറ്റ്യൂഡ് എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ഫ്രണ്ട്സും അങ്ങനെ ആരുമില്ല, അതുപോലെ തന്നെ പാർട്ട്ണറും അങ്ങനെയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ പീസ്ഫുള്ളാണ്, നിങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷം ഉള്ള സമയമാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെന്തോ ആഗ്രഹിച്ചൊരു കാര്യം, ഒരു വിജയം, ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം നേടിയെടുത്തതാണ്, അതിപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടും തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് അത് യൂണിവേഴ്സ് നടത്തി തരും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു നേട്ടം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ നിങ്ങൾ കാത്തിരുന്നൊരു കാര്യമായിരിക്കാം. ഒരുപാട് നിങ്ങൾ അതിന് വേണ്ടി ചിലപ്പോൾ ഡെസ്പറേറ്റ് ആയിരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ പിന്നെ ആ ഒരു ഡെസ്പറേഷനിൽ നിന്ന് മാറി നിങ്ങൾ ആ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ മാറ്റങ്ങൾ വന്നു, ഈ വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇങ്ങനെയാണ് വേണ്ടത്, ഈ ഒരു എനർജിയിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും നിങ്ങൾ സിംഗിളാണ്, യെസ്, ബട്ട് നിങ്ങളത് എൻജോയ് ചെയ്യുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തിയെ കൃത്യസമയത്ത് കണ്ടുമുട്ടും എന്ന ഉറപ്പും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇനി ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഈ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ കുറിച്ചൊക്കെ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റൊക്കെ നടക്കുന്നുണ്ട്. ഒരു മാറ്റം കാണുന്നു, അതുപോലെ തന്നെ ഒരു പ്രോഗ്രസ് കാണുന്നു. പിന്നെ എസ്പെഷ്യലി നിങ്ങൾ എന്താ പറയുക, കൂടുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനാണല്ലോ. ആ ഫ്യൂച്ചർ സ്പൗസിനെ ആക്റ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും, അതും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചേഞ്ച്, റീബർത്ത്, ആ എനർജി എനിക്ക് വളരെയധികം കിട്ടും. ഒരു ടേണിംഗ് പോയിന്റ് നടക്കുന്നു, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളിൽ തന്നെ ആയിരിക്കും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതും ഞാൻ കാണുന്നു. ഈ ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സെൽഫ് പ്രയോറിറ്റി, സെൽഫ് കെയർ, സെൽഫ് ലവ് അതിൽ തന്നെയാണ് നിങ്ങളായിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വരുത്താനുള്ള ആക്ഷൻസ് ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വളരെ സമയമെടുത്തിട്ടാണ്, നിങ്ങൾക്കൊരു ധൃതിയില്ല. നിങ്ങൾ അത് എന്താ പറയണ്ടേ, നല്ല ക്ഷമ കാണിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. നിങ്ങൾക്കത് നടക്കേണ്ട സമയത്ത് നടക്കും. കാരണം നിങ്ങൾക്കറിയാം, ധൃതി വയ്ക്കുന്നതിനേക്കാളും അത് നടക്കേണ്ട സമയത്ത് നടക്കുമ്പോഴാണ് അതിന് ഭംഗി കൂടുക, നിങ്ങളത് കൂടുതൽ ആസ്വദിക്കുക എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ പോവും എന്നാണ്. പക്ഷേ നിങ്ങൾ ആക്റ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സബ് കോൺഷ്യസ്ലി ആയിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക.
പക്ഷേ ഇനി നിങ്ങൾ ആക്റ്റീവ്ലി അതിന് വേണ്ടി ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലവ് ലൈഫ് മാത്രമല്ല, ഒരു സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും നാളെ ഒരു സോളിറ്റ്യൂഡ് എനർജിയിൽ നിന്ന് മാറി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ആളുകളായിട്ട് ഇടപഴകാൻ പോവുകയാണ്. ഓക്കെ, പണ്ടർലൈൻ എനർജി നോക്കൂ, 2 ഓഫ് കപ്സ് ആണ്. കാർഡ് കട്ട് ചെയ്തപ്പോൾ നോക്കൂ, ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, മൊത്തം റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ മൊത്തത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന കൂട്ടുകെട്ടുകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. വളരെ പീസ്ഫുള്ളായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു, നിങ്ങളെ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന സൗഹൃദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ പ്രണയജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഒരു സ്ട്രെയിറ്റ് ഞാനൊരു മാരേജാണ് കാണുന്നത്. 4 ഓഫ് വൺസ് എനർജിയാണ്. ഓക്കെ, ഡിവൈൻ യൂണിയൻ മാരേജ് എനർജിയാണ് കാണുന്നത്. അത് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആ ഒരു കൺസെപ്റ്റിനോട് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നു വെച്ചാൽ നിങ്ങൾ അതിനോട് വളരെ പീസ്ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഒരു വിവാഹം, കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സോ ടെൻഷനോ ഇല്ല, നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ അതിനോട് ഓക്കെ ആകുന്ന ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ ഭയം ഉണ്ടായിരുന്നു. ഈ ഒരു കല്യാണം, കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കഥകൾ കേട്ടിട്ടായിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ കേട്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയണ്ടേ പേടിയുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളുകളെ, ഇങ്ങനത്തെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഒരു അതൊക്കെ തന്നെയാണ് നിങ്ങളെ ഈ ഒരു എന്താ പറയുക, വിവാഹം എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന കൺസെപ്റ്റിൽ നിന്ന് നിങ്ങളെ ഒരു ഡിസ്റ്റൻസ് ഇടാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സംഭവം പ്രണയം ആ ഒരു കൺസെപ്റ്റ് ഇഷ്ടമാണ്, കല്യാണമൊക്കെ ഇഷ്ടമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് പിന്നാക്കം നിൽക്കുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾക്ക് പേടിയാണ്, ഉള്ളിൽ പല അനുഭവങ്ങളും കേട്ടിട്ട് പേടിയാണ്, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ്. പക്ഷേ നിങ്ങൾ അതിൽ നിന്നല്ല കംപ്ലീറ്റ്ലി ഫ്രീ ആവുന്ന ഒരു സിറ്റുവേഷനാണ്, ആ ഒരു ഷിഫ്റ്റാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നത്. അങ്ങനെ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള ആ ഒരു വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം, ആ ഒരു ഡിവൈൻ യൂണിയനെ നിങ്ങൾ ഫുള്ളി റെഡി ആകുന്ന തരത്തിൽ നിങ്ങൾ മാറുകയാണ്. ഓക്കെ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ലോങ് ടേം സീരിയസ് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആവുകയാണ്. അതാണ് ഞാൻ കാണുന്നത്. ക്ലാരിഫൈ ദ ഏസ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, നിങ്ങൾ റെഡി ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വരികയാണ്. എങ്ങനെ വരുന്നു? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റും കൊണ്ട് വരികയാണ്. ഓക്കെ, എങ്ങനെ കാർഡ്സ് കിട്ടിയിരിക്കണേ നോക്കൂ. നമുക്ക് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയത്. അതായത് സ്റ്റേബിൾ, സെക്യൂർ, ലോങ് ടേം കണക്ഷൻ. ഓക്കെ, മാരേജ് തന്നെയാണ് നമ്മളതിൽ കൂടുതലായിട്ട് കാണുക. 10 ഓഫ് പെന്റക്കിൾസ്, എഗെയിൻ ഫാമിലി ലൈഫ്, അതും സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്. വീൽ ഓഫ് ഫോർച്യൂൺ, യൂണിവേഴ്സാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എംപററുമായിട്ട് നിങ്ങൾ യൂണിയനിൽ വരുന്നത് ഡിവൈൻ ടൈമിങ്ങിലാണ്. യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രസൻസ് അതിലുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതെല്ലാം ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനിലൂടെയാണ് നടക്കുന്നത്. കുറച്ച് എന്താ പറയണ്ടേ, ഒരു വെയിറ്റിംഗ് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചതായിരിക്കാം, ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ കണ്ടുമുട്ടണം, റിലേഷൻഷിപ്പിലാവണം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് സെക്കൻഡ് തോട്ടായിരുന്നല്ലോ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, അതായത് എനിക്ക് വ്യക്തിയെ കാണണം, പെട്ടെന്ന് റിലേഷൻഷിപ്പിലാവണമെന്നില്ല, പക്ഷേ അവരെ കണ്ടുമുട്ടുക, അവരായിട്ടൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണണം, ഈ വ്യക്തിയെ കണ്ടുമുട്ടണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹമാണ് നിങ്ങളെ സബലീകരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് ഓവർവെൽമിങ് ആയിരിക്കും, നിങ്ങൾ കുറച്ച് ഷോക്ക്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിയെ ഫസ്റ്റ് കണ്ടുമുട്ടുമ്പോൾ. അതായത് നിങ്ങളിങ്ങനെ കാത്തിരുന്ന് നടക്കും അതെന്തെങ്കിലും നടക്കും എന്ന ആ ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ആകെ ഒന്ന് കുറച്ച് ഇത്ര പെട്ടെന്ന് വന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഓക്കെ, നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടവർ മൊമെൻറ്റ് നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടാക്കില്ല, നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഈക്വൽ പാർട്ട്ണർ, ഓക്കെ, നിങ്ങളായിട്ട് ഫുള്ളി അലൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്.
ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് അത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നിങ്ങളുടെ ആളാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് എന്ന് നിങ്ങൾ അറിയാൻ പറ്റും. കാരണം നിങ്ങളതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഡൗൺലോഡ്സും ഒരുപാട് കൺഫർമേഷൻസും യൂണിവേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, വളരെ പെട്ടെന്നാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഈ ഒരു കൺഫർമേഷൻസും ക്ലൂസൊക്കെ നിങ്ങൾ വളരെയധികം നോട്ട് ചെയ്യണം. ഓക്കെ, കാരണം പിന്നെ പെട്ടെന്നാണ് കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുക എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നു, പിന്നെ അവരായിട്ടുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ഇൻറ്ററാക്ഷനിലൂടെ നിങ്ങൾ ഒരുപാട് മാറുന്നതായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി അവരുടെ ഒരു ഇനീഷ്യൽ ഇൻറ്റൻഷൻ എന്തായിരിക്കും? ഗ്രൂപ്പ് 2 കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു ഇൻറ്റൻഷൻ, ഗ്രൂപ്പ് 2 ഇൻറ്റൻഷൻ എന്തായിരിക്കും? അവർ കുറച്ച് നിങ്ങളെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും കുറച്ച് കേട്ടോ. അതായത് അതിങ്ങനെ ഇവർ എന്തോ നിങ്ങൾക്കൊരു അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു തോട്ട് അവർക്ക് ഉണ്ടായിരിക്കും. അവർക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഒരു കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ എംപ്രസ് ആണ്. കിട്ടിയ കാർഡ് നോക്കൂ, ഇവിടെ എംപററും ഉണ്ട്, ഇവിടെ എംപറസും ഉണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണെന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കൺഫർമേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ വളരെ സ്ലോലിയാണ് ആ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അവരൊട്ടും ധൃതി വെച്ച് മുന്നോട്ട് കൊണ്ടുപോവില്ല എന്ന് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു പാസ്റ്റൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു പാസ്റ്റിനെയൊക്കെ അവരെന്ത് ചെയ്യാണ്, അതിനോടൊക്കെ ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവർ ഈ ഒരു കണക്ഷന് കംപ്ലീറ്റ്ലി റെഡി ആവുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അവർക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാൻ പറ്റും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ ആണ് എന്നുള്ള ആ ഒരു കൺഫർമേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്, ഓൾറെഡി കിട്ടുന്നുണ്ട്. ക്ലാരിഫൈ ദ 3 ഓഫ് സോർഡ്സ്. അവരത് ചിലപ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കുറച്ചൊന്ന് ഹെസിറ്റേറ്റ് ആവാനോ അല്ലെങ്കിൽ ഈ വ്യക്തി ഇവരെന്നെയാണോ എന്ന് ചിന്തിക്കാനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവർ ഹീൽഡ് ആവും. അവരുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസൻസിലൂടെ അവർ കംപ്ലീറ്റ്ലി ഹീൽഡ് ആവുകയാണ് ചെയ്യുക. കാരണം നിങ്ങൾ അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. അങ്ങനെ അവർക്ക് അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. ഒരു റിലേഷൻഷിപ്പിലാവാനായിട്ട് വേണ്ടുന്ന ആ ഒരു ധൈര്യം, ആത്മവിശ്വാസവും ഒക്കെ അവർക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ അവർക്ക് തിരിച്ചു വരികയാണ്. അത് നിങ്ങളുടെ പ്രസൻസിലാണ് അത് സംഭവിക്കുന്നത്. നമുക്ക് താഴെയുള്ള കാർഡ് 10 ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷൻ. അപ്പോൾ ഗ്രൂപ്പ് 2 അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കൗണ്ടർ പാർട്ടും ആ ഒരു കണക്ഷൻ എങ്ങനെയായിരിക്കും, ആ ഒരു ലൈഫ് മുന്നോട്ട് പോകും തോറും ആ ഒരു ബന്ധത്തിൻ്റെ ഒരു എനർജി എങ്ങനെയാണ്? ഓക്കെ, വളരെ ഒരു ബാലൻസ് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ആയിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം അത് തുറന്നു പറയുന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത്. അതുപോലെ അവർക്കും തോന്നും. ഓക്കെ, നിങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതാണ് അവരെടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ. അതുപോലെ നിങ്ങൾ വളരെ വളരെ സ്വസ്ഥതയുള്ള ഒരു റിലേഷൻഷിപ്പ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ ഒരുപാട് റൊമാൻസ് ഉള്ള ഒരു കണക്ഷനാണ്. ഓക്കെ, റൊമാൻറ്റിക് ജെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എന്താ പറയുക, വളരെ റൊമാൻറ്റിക് ആയിരിക്കും ത്രൂ ഔട്ട് ദിസ് കണക്ഷൻ. അതൊരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമുള്ള കാര്യമല്ല, എപ്പോഴും നിങ്ങളുടെ ഇടയിൽ ആ ഒരു പ്രണയം ഉണ്ടായിരിക്കും. അത് അതിൻ്റെ ആ ഒരു മുഴുവൻ തീവ്രതയോടെ ഉണ്ടാവും എന്ന് ഞാൻ കാണുന്നു. പിന്നെ ഒരുപാട് നിങ്ങൾ പരസ്പരം നിങ്ങൾ എന്ന വ്യക്തികൾ, ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരുപാട് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച, ഒരുപാട് വളർച്ച നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് വളർച്ച ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് എന്താ പറയുക പ്രോഗ്രസ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ കാണുന്നു. പിന്നെ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ഒറ്റയ്ക്കായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നല്ലോ, അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി മാറി നിങ്ങൾക്ക് എപ്പോഴും എന്തിനും നിങ്ങളുടെ കൂടെ ഈ വ്യക്തി ഉണ്ടാവും. അതുപോലെ നിങ്ങളും അങ്ങനെയായിരിക്കും. അവർക്ക് എന്താവശ്യത്തിനും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ആ റൊമാൻസ് എപ്പോഴും ഉണ്ടാവും. നിങ്ങളെപ്പോഴും ആ ഒരു ഡേറ്റിന് പോവുക, കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര പ്രായമായാലും നിങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കുക, നിങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോവുക, നിങ്ങളെ രണ്ടുപേരെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് ഞാൻ കാണുന്നുണ്ട്.
ഒരുപാട് സംസാരങ്ങളുണ്ടാവും ഓൺലൈനിൽ കൂടിയും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് എന്താ പറയുക മെസ്സേജുകൾ അയയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ സ്മൂത്തായിട്ട് പോകുന്ന എന്നാൽ വളരെ ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടൊരു ലൈഫാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും. ഓക്കെ ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷണലി അത്രയും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ബെസ്റ്റ് പാർട്ട്നേഴ്സാണ് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു എന്താ പറയണ്ടേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എന്താ പറയേണ്ടത്, നിങ്ങളത് റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ ഒരു മുൻജന്മ ബന്ധമുണ്ട് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കും. പിന്നെ എന്ത് കാര്യത്തിനും നിങ്ങൾ ഒരുമിച്ചാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുക. ഏതൊരു കാര്യം അത് നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വേദനയുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കപ്പിൾസ് ആയിരിക്കും നിങ്ങൾ. പിന്നെ പറഞ്ഞ പോലെ ആ ഒരു മുൻജന്മ ബന്ധം അത് നിങ്ങളും റിയലൈസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഒരുമിച്ച് ആ ലൈഫ് തുടങ്ങിയതിന് ശേഷം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി, നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ ഉള്ള ഇൻസെക്യൂരിറ്റി, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, അതിൽ നിന്നെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആകുന്ന ഒരു കണക്ഷൻ കൂടിയാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആസ് എ പേഴ്സൺ ഒരുപാട് മാറുന്ന, ഒരുപാട് എന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ അനുഭവത്തിലൂടെ പഠിക്കുന്ന ഒരു ബന്ധമാണ് ഇത്. ഒരുപാട് കാലം മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം. ഓക്കെ, ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷൻ ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണെന്ന് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ നമുക്ക് ആ വ്യക്തിനെ കുറിച്ച് ഉള്ള ക്ലൂസ് എടുക്കാം. ഓക്കെ, ഗ്രൂപ്പ് 2-ൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരുന്നവർ, പ്രണയ ജീവിതത്തിലേക്ക് വരുന്നത് അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ ആ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ സംബന്ധിച്ച ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ക്ലൂസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് 2 സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്, വിർഗോ, ക്യാൻസർ. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് അവരുടെ എന്താ പറയുക ക്യാൻസർ പ്ലേസ്മെൻറ്റ്, വിർഗോ പ്ലേസ്മെൻറ്റ്, അവരുടെ സൺ മൂൺ റൈസിങ് സൈൻസ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എർത്ത് ആൻഡ് വാട്ടർ പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇമോഷണലി വളരെ അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽസ് ആണ് Q, Y, G ആൻഡ് M. ഓക്കെ, ഈ ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഒക്കെ ആയിരിക്കാം. അതും ക്ലൂസ് ആയിട്ട് കിട്ടുന്നു. പിന്നെ നമുക്ക് 3 വീക്ക് ഡേയ്സ് കിട്ടിയിട്ടുണ്ട്, ട്യൂസ്ഡേ, വെനസ്ഡേ, സാറ്റർഡേ. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ആഴ്ചകളിലായിരിക്കാം അവർ ജനിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആഴ്ചകളിലാണ് നിങ്ങൾ പരസ്പരം മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 3 മാസങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫെബ്രുവരി, മെയ്, ജൂലൈ. ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന 3 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസങ്ങളിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതുപോലെ ഈ പറയുന്ന ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനനമാസം ആയിരിക്കാം. ഇനി നമുക്ക് കുറച്ച് എന്താ പറയണ്ടേ ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 4th, 19th, 9th, 7th, 25th, 14th, 20th. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങൾ ഈ മാസങ്ങളിലെ പ്രത്യേകതയുള്ളതാണ്, ഈ ഒരു റിലേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ ഈ ഡിവൈൻ കൗണ്ടർ പാർട്ടിൻ്റെ എന്തുണ്ടാവാം, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കാം കേട്ടോ, അതും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൂസ് എല്ലാം നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനാണ് കൂടുതൽ റെസനേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരെ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ഈ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകും തോറും നിങ്ങളുടെ ഈ ഒരു സിംഗിൾ ലൈഫ് നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് സെൽഫ് ലവ്, സെൽഫ് കെയർ ആക്ടിവിറ്റീസിലൊക്കെ ഫോക്കസായി മുന്നോട്ട് പോകുന്നു, അതിനനുസരിച്ച് വളരെ പെട്ടെന്നാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത്. നിങ്ങൾ അലൈൻഡ് ആണ് എന്ന് ഞാൻ കാണുന്നു ഓൾറെഡി. ഓക്കെ, അപ്പോൾ
നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഈ റീഡിംഗ് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ പിക്കച്ചാം റീഡിംഗ് കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഏതാണെന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, ആ ടോപ്പിക്ക് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുക, അപ്പം നമുക്ക് അതനുസരിച്ച് അത് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാനും എനിക്ക് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യണം. ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചെയ്യുമ്പോഴും ഇമെയിൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മലയാളത്തിൽ റീഡിംഗ് വേണമെങ്കിൽ എടുത്ത് പറയാം. ഓക്കെ, അതുപോലെ റീഡിംഗ് റിക്വസ്റ്റ്, ബുക്കിംഗ് എൻക്വയറി ചെയ്തു, നിങ്ങൾക്ക് താല്പര്യമില്ല ഇപ്പോൾ പ്രൊസീഡ് ചെയ്യാൻ ആണെങ്കിൽ അത് നിങ്ങൾ എന്നെ അറിയിക്കാം. ഒന്നും മിണ്ടാതിരിക്കരുത്. ഓക്കെ, കാരണം ഒരു ദിവസം ഞാൻ 5 റീഡിംഗ് ആണ് ബുക്കിംഗ് എടുക്കുന്നത്. 5 റീഡിങ്ങേ ബുക്കിംഗ് എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന റീഡിങ് ബുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞാലും അത് പിന്നത്തെ ദിവസത്തേക്കാണ് അത് കണക്കാക്കുള്ളൂ. ഓക്കെ, സാധാരണയായിട്ട് നിങ്ങൾ റീഡിംഗ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് ആ ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തുടങ്ങി 7ാമത്തെ ദിവസത്തിലാണ് നിങ്ങൾക്ക് റീഡിംഗ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും റീഡിംഗ് കിട്ടില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ റീഡിങ്ങും മുന്നേ ലഭിച്ച ബുക്കിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഫുൾഫിൽ ചെയ്ത് പോകുന്നതനുസരിച്ചാണ് ചിലപ്പോൾ കിട്ടാം. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് 7ാമത്തെ ദിവസം തന്നെ ആയിരിക്കണം ഈ ഒരു റീഡിംഗ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കഴിവതും എന്താ പറയുക, പെട്ടെന്ന് റീഡിംഗ് തരാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ചോദ്യം ഒഴിവാക്കുക. നിങ്ങൾക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന റീഡിംഗ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയക്കുന്ന ഡോക്യുമെൻറ്റിൽ ടേബിൾ 2ൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റീഡിംഗ് എപ്പോഴാണോ ബുക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആ സമയം തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആ റീഡിംഗ് കിട്ടിയിരിക്കും. ഓക്കെ, അതങ്ങനെയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ 7 ദിവസം കാത്തിരുന്നേ തന്നെ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, 7 ദിവസം തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ആ ദിവസമേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ അതിന് മുന്നേ ലഭിക്കാം, പക്ഷെ അത് നിങ്ങൾ എന്താ പറയുക, അത് എക്സ്പെക്റ്റ് ചെയ്ത് മുന്നേ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ദയവേത് ഞാൻ അയക്കുന്ന ഡോക്യുമെൻ്റ് വായിക്കണം. ഓക്കെ, പലരും വായിക്കുന്നില്ല, എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കുക. പിന്നെ അതിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റീഡിങ് നിങ്ങൾക്ക് അയക്കുക, എപ്പോഴാണ് അയക്കുക, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് അതിൽ പോയിന്റ് ബൈ പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പാരഗ്രാഫും കൂടി അല്ല, പോയിന്റ് ബൈ പോയിന്റ് ആണ് പറഞ്ഞു പോയിരിക്കണേ. അതുപോലെ ഏതൊക്കെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് റീഡിങ് ചോദിക്കാം എന്നുള്ളതും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ടോപ്പിക്കിൽ ചോദിക്കാൻ പാടില്ല എന്നുള്ളതും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഞാൻ അയക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ 3-4 അതിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് റേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, റീഡിംഗ് റേറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ ചാനൽ ചന്ദ്രകണ്ഠ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിൽ സീ ടാരോട്ട് സോൾ ട്രൈബ് മെമ്പർഷിപ്പ് പ്ലാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മാത്രമേ ആ റേറ്റ് നിങ്ങൾക്ക് ബാധകമാകുള്ളൂ. ഓക്കെ, ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് അത് ബാധകമല്ല. അത് ഞാൻ എടുത്ത് പറയാണ്, കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സിന് ഇത് ബാധകമല്ല എന്ന് ഞാൻ ആ ടേബിളിൽ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഈ മെമ്പർഷിപ്പ് പ്ലാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഈ വീഡിയോന് താഴെ ചന്ദ്രകണ്ഠ ടാരോട്ടിൻ്റെ ലോഗോയും പേരും കൊടുത്തിട്ടുണ്ടാകും. അതിന് താഴെയായിട്ട് സബ്സ്ക്രൈബ് ജോയിൻ എന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ജോയിൻ ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു തുക മാസം നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ് ആ ഒരു മെമ്പർഷിപ്പ് പ്ലാൻ. ഇപ്പം നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാസം നിങ്ങൾ ആ ഒരു തുക അങ്ങനെ അടച്ചടച്ചിട്ടാണ് ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ആ ടേബിൾ 3 ടേബിൾ 4 റേറ്റുകൾ, അല്ലാത്തവർക്കല്ല. ഓക്കെ, അപ്പോൾ സാധാരണ ബാക്കിയുള്ളവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ടേബിൾ 1 ടേബിൾ 2 ആണ് റീഡിംഗ് റേറ്റ് നിങ്ങൾ നോക്കേണ്ടത്. ഇത്രയുമാണ് കാര്യങ്ങൾ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മാറ്റങ്ങൾ എന്തായാലും നെക്സ്റ്റ് ഇയറിൽ ഞാൻ ഈ റീഡിംഗ് ടൈപ്പിലും റീഡിംഗ് റേറ്റിലൊക്കെ ഞാൻ മാറ്റം വരുത്തും. അത് ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്, റീഡിംഗ് റേറ്റും ടൈപ്പൊക്കെ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഓക്കെ, മാർക്കറ്റ് റേറ്റിനനുസരിച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ഓൾറെഡി എൻ്റെ നിന്ന് റീഡിംഗ് എടുത്തിട്ടുള്ളവർക്കെല്ലാം ഞാൻ ആ പുതിയ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കും. കാരണം അവർ പഴയ ഡോക്യുമെൻ്റ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ദയവേത് ചോദ്യം ആദ്യം പറയാം. ഓക്കെ, എന്ത് ചോദ്യത്തിനാണ് നിങ്ങൾക്ക് ഉത്തരം വേണ്ടത്, ഗൈഡൻസ് വേണ്ടത്, അതൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തതിന് ശേഷം പൈസ അയക്കുക കേട്ടോ.
ചിലർക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷമാണ് ആ കാര്യത്തിൽ. ആദ്യം തന്നെ പൈസ അയക്കും, എന്നിട്ടാണ് പിന്നെ പറയാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ വെച്ചാൽ നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ബുക്കിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ പാരലലി മറ്റുള്ളവർ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൈസ ഇപ്പോൾ അടയ്ക്കും എന്ന് പറയുമ്പോൾ ഞാൻ അത് വെയിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് കൺഫേം ചെയ്യാം, അതായത് എനിക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടിയെന്ന് കൺഫേം ചെയ്യാം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എനിക്ക് വളരെ സന്തോഷമാണ്, കാരണം നിങ്ങളെൻ്റെ മുഖം പോലും കണ്ടിട്ടില്ല, ഈ ഒരു ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ ശബ്ദം കേട്ടതിലൂടെ തന്നെ നിങ്ങളുടെ ആ ഒരു വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പൈസ ആദ്യം അയച്ചിട്ട് എന്നോട് കാര്യം പറയണത്. പക്ഷെ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ എനിക്ക് കൺഫ്യൂഷൻ ആവുക, ധാര അയച്ചത് എപ്പോഴാണ് അയച്ചത്, നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറയണത്. പിന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ട്, വളരെ നിങ്ങൾക്ക് തോന്നി ചോദിച്ചാൽ എന്തെങ്കിലും വിചാരിക്കാവോ എന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഞാനൊന്നും വിചാരിക്കില്ല. ഓക്കെ, ഞാൻ ആരും അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരാളല്ല, ഒട്ടും ഞാനത് ചെയ്യില്ല. അപ്പോൾ പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ 7 ദിവസത്തിനുള്ള റീഡിംഗ് ആണ്. 7 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 7ാമത്തെ ദിവസം കിട്ടുന്ന റീഡിംഗ് ആണ്. കുറച്ച് ക്ഷമ വേണം. ഓക്കെ, എമർജൻസി ആണെങ്കിൽ നിങ്ങൾ ഈ 24 hours റീഡിംഗ് തന്നെ എടുക്കണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്രയുമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും മെമ്പർഷിപ്പ് എടുത്തവർക്കും അതുപോലെ തന്നെ നല്ല നല്ല ഫീഡ്ബാക്ക്സ് കമൻസ് അറിയിക്കുന്നവർ, സജഷൻസ് പറയുന്നവർ, വീഡിയോയുമായിട്ട് എൻഗേജ് ചെയ്യുന്നവർ, കാണുന്നവർ, എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് എൻ്റെ ചാനലിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരു മാർക്കറ്റിംഗ് ഏജൻസീനെയോ കോൺടാക്ട് ചെയ്തിട്ടല്ല എൻ്റെ ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ എനിക്ക് വേറെ ഒരു വഴിയും എനിക്ക് പറ്റില്ല, എനിക്കത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല, വളരെ എക്സ്പെൻസീവാണ്. പിന്നെ എനിക്കത് താല്പര്യമില്ല, കാരണം ഈ ഒരു റീഡിങ് എന്ന് പറയുമ്പോൾ അത് എത്തേണ്ടവരിലേക്ക് എത്താൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ ആരിലും ഇത് ഫോഴ്സ് ചെയ്യാൻ പാടില്ല ഈ ഒരു മെസ്സേജസ്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കേണ്ടവർക്ക് അത് കേൾക്കേണ്ട സമയത്ത് കേട്ടോളും, അല്ലെങ്കിൽ ഇതുമായി കണക്ട് ചെയ്യുന്നവർ അതിലേക്ക് കണക്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. വളരെ സ്ലോലിയാണ് ആദ്യം പ്രോഗ്രസ് ചെയ്ത്, എങ്കിലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നല്ല കാര്യമായിട്ടുള്ള വളർച്ച കാണുന്നു. ഇതുപോലെ തന്നെ ഇത് മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ എന്താ പറയുക, 5000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പിന്നത്തെ ദിവസം, അന്ന് പാതിരാത്രിക്കാണ് ആവണേ വെച്ചാൽ തൊട്ട് പിറ്റത്തെ ദിവസം, ഓക്കെ, നമ്മളൊരു ലൈവ് സെഷൻ വെക്കും കേട്ടോ. അപ്പോൾ ആ ലൈവ് സെഷനിൽ ഞാനത് എന്താ പറയുക നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യും, പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഞാനത് അപ്ഡേറ്റ് ചെയ്യും, ലിങ്ക് അടക്കം ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ വരാം. അപ്പോൾ അതിൽ മലയാളം സംസാരിക്കുന്നവരുണ്ടാവും, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ആ 2 ലാംഗ്വേജിലും ഇൻറ്ററാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ റീഡിംഗ് വേണമെങ്കിൽ മലയാളം റീഡിങ്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്, നിങ്ങളത് കാണുക. ഇംഗ്ലീഷിലുള്ള റീഡിങ്സ് ഞാൻ ഇടുന്നൊരു വ്യക്തിയാണ്, ഞാൻ തുടങ്ങിയത് ഇംഗ്ലീഷ് റീഡിങ്സ് ഇട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് മലയാളം മനസ്സിലാവില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിലും കൂടി ഇടുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇംഗ്ലീഷിലുള്ള റീഡിങ് കാണുമ്പോൾ മലയാളത്തിൽ പറയേ, അല്ലെങ്കിൽ എന്താ മലയാളത്തിൽ സംസാരിച്ചൂടെ എന്ന് അങ്ങനെയൊന്നും പറയാതിരിക്കുക. ഓക്കെ, വേറൊന്നുമില്ല, നിങ്ങൾ ആണ് മോശമാവുന്നത്, കാരണം അവിടെ മലയാളത്തിൽ വേറെ റീഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ആ റീഡിംഗ് ഇല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയുമ്പോൾ ഇത്തിരി ഒരു മാന്യതയോടുകൂടെ പറയാം. ഓക്കെ, അതും കൂടെ ഇന്ന് അറിയിക്കണം എന്നെനിക്ക് തോന്നി. എനിക്ക് കിട്ടുന്ന ഒട്ടുമിക്ക കമൻസ് 99% കമൻസും വളരെ റെസ്പെക്ട്ഫുള്ളാണ്, പക്ഷെ അതല്ലാത്തതും ഉണ്ട്. ഞാനതൊക്കെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. എനിക്ക് അങ്ങനത്തെ കമൻസിനെ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യില്ല, ഒന്നുമില്ല, അത് റിമൂവ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്കാണ് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി, ഗ്രൂപ്പ് 2 ഷെയർ ചെയ്യണം തോന്നി, എന്തോ കാര്യമുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിനി മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു ചാമാണ് നിങ്ങളുടേതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കണം കേട്ടോ. ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കിയിട്ടാണ് ഇന്നത്തെ എനർജീനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇനി വരാൻ പോകുന്ന നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓക്കെ, നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് പേജ് ഓഫ് വാൺസ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് മോഡലാണ് ഇപ്പോൾ. അതായത് എങ്ങനെയാണോ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഈശ്വരൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്നുള്ള ആ ഒരു എന്താ പറയുക തീരുമാനത്തിലാണ് നിങ്ങളൊരു തരത്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരിക്കാം. ഒരു കാത്തിരിപ്പിൻ്റെ എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പാർട്ട്ണർ വരുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി ഞാൻ കാണുന്നു. നിങ്ങൾ ഹെവിലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയെക്കുറിച്ച് വളരെയധികം ബോധേഡ് ആണ്. അതായത് നിങ്ങൾ വളരെ മൈൻഡ്ഫുള്ളാണ്. ആരൊക്കെയായിട്ടാണ് ഇടപഴകുന്നത്, അതുപോലെ ഓരോരുത്തരായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ചില ആളുകളെ നമുക്ക് ഓൾറെഡി അകറ്റി നിർത്തേണ്ടവരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തുക. അങ്ങനെ ഒരു ഹെൽത്തി ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ആസ്വദിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അധികം നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമാധാനം നിറഞ്ഞ ഒരു സമയം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്ന ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുള്ള ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, നിങ്ങൾ എന്താണോ പ്രണയ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, ഓക്കെ, ഇപ്പോൾ ഉള്ളതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നോ അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം, ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ടെൻഷനൊന്നുമില്ല. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. ഓക്കെ, ഞാൻ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളുണ്ട് എന്നുള്ളതാണ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായിട്ട് എന്താ പറയണ്ടേ, ഒരു വ്യക്തിയോട് നിങ്ങൾ ഓൾറെഡി അട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ എനർജിയിൽ ഒരാളുണ്ട്, നിങ്ങളുടെ ഒരു സോൾമേറ്റ് ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ ഫ്യൂച്ചർ സ്പൗസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്, നിങ്ങളുടെ സോൾമേറ്റ് ആണ്, നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണറാണ് എന്നുള്ള ഒരു എന്താ പറയേണ്ടത് ആ ഒരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ ആ എനർജിയിലുള്ള നിങ്ങൾ അട്രാക്റ്റഡ് ആയിരിക്കുന്ന ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ട്ണർ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി കാണാം. കാര്യമായിട്ടൊരു പുരോഗതിയൊന്നും കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റോ ആ ഒരു കണക്ഷനോ ഈ വ്യക്തിയായിട്ട് ഇതുവരെയും ആയിട്ടില്ല എന്ന് ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞ ഒരു കാത്തിരിപ്പിൻ്റെ എനർജിയാണ്. ഓക്കെ, പക്ഷേ എന്നാൽ നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ ആ ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾ റെഡിയാണ് എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക സെൽഫ് ലിമിറ്റും ബിലീവ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വാസത്തോടെ അതിൽ നിന്നൊക്കെ ഹീലായി നിങ്ങൾ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വളരെ ആത്മവിശ്വാസമുണ്ട്. ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ തയ്യാറാണ് എന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി എന്നാലേക്കും നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ചിലപ്പോൾ പുതിയ ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം, അതും ഞാൻ കാണുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആണ്, ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ കാര്യമായൊരു പുരോഗതി ഇതിൽ നടക്കുന്നില്ല, ഈ കണക്ഷൻ നടക്കുന്നില്ല. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട്. അതായത് വേറെ ഒരു സംതിങ് എൽസ്, ഒരു വ്യക്തിയായിരിക്കാം, ഓക്കെ, വേറൊരു പാർട്ട്ണറായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ആകാം, ജോലിയാകാം, ജീവിതത്തിലുള്ള കാര്യങ്ങളാവാം. ഓക്കെ, അല്ലെങ്കിൽ ഹീൽ ചെയ്യാത്ത വല്ല ട്രോമകളും അതിൻ്റെ ഒക്കെ പ്രസൻസ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി എനർജി അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ. അതൊരു കാരണമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരു തരത്തിലുള്ള പ്രോഗ്രസ്സും കാണാത്തത്. ഓക്കെ, പക്ഷേ എന്താ പറയണ്ടേ, നിങ്ങളതിന് റെഡിയാണ്, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് വന്ന് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവരൊക്കെ ആ ഒരു ചാൻസ് കൊടുക്കാൻ, അവരുമായിട്ടൊരു റിലേഷൻഷിപ്പിലാവാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ വളരെയധികം തയ്യാറാണ്. ഓക്കെ, ഇത് ഞാൻ കാണുന്നത് ചിലർക്കെന്ന് പറയുന്നത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിലർക്ക് ഇത് ഓൾറെഡി, അതായത് ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നില്ല എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ആ ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഒരു തരത്തിലുള്ള പ്രോഗ്രസ്സും കുറേ നാളായിട്ട് സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടെ കൂടെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്താ പറയണ്ടേ ഒരു പ്രോഗ്രസ്, ചെറിയൊരു ഫോർവേഡ് മൂവ്മെൻറ്റ്, ഒരു എന്താ പറയുക രണ്ടുപേരും നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത്
നിങ്ങൾ അട്രാക്റ്റഡ് ആണ്, പക്ഷെ നിങ്ങളത് എന്താ പറയുക നേരെ ഒരു റിലേഷൻഷിപ്പ് എന്നതിലേക്ക് പോകാതെ നിങ്ങളൊരു സൗഹൃദത്തിലൂടെ അതിങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഒരു തരത്തിൽ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക രണ്ട് കൽപ്പിച്ച് ഈ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കുക എന്ന് പറയില്ലേ, വളരെ ആത്മവിശ്വാസത്തോടുകൂടെ അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഒബ്സർവും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിയുടെ ഓരോ പെരുമാറ്റങ്ങൾ നിങ്ങൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഈ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾ വളരെയധികം മൈൻഡ്ഫുൾ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോഗ്രസ് നടക്കണമെന്ന് ആഗ്രഹിച്ച് അതിനെ തയ്യാറായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ചുറ്റും നടക്കുന്ന നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സൈൻ, സിങ്ക്രനിസിറ്റി, ഇതൊക്കെ നിങ്ങൾ വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നും ഞാൻ കാണുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പം ഇതാണ് ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്ത് മാറ്റമാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഇപ്പോഴത്തെ പ്രണയ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ അറിഞ്ഞു, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞു. ഇനി അവരുടെ പ്രണയ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത എന്ത് മാറ്റമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഒന്നില്ലെങ്കിൽ അവരൊരു റിലേഷൻഷിപ്പിനായിട്ട് തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കൂടുതൽ വ്യക്തത ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോവുകയാണ്. മാത്രമല്ല ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന നിലയിലേക്ക്, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന നിലയിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാണ് എന്ന് ഞാൻ കാണുന്നു. ക്ലാരിഫൈ ദ 3 of Swords. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഇപ്പോൾ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ എന്താണ് ഈ ഒരു ഡിസ്റ്റൻസിന് കാരണം, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇത്രയും നാളും ഒരു തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാഞ്ഞത്. ഓക്കെ, എന്താണ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവാനുള്ള ഒരു കാരണം, എന്തുകൊണ്ട് പ്രോഗ്രസ് നടന്നില്ല, ഒരു തരത്തിൽ ഈ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് നടന്നില്ല, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ്. അങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറാനാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട്. ശരിയായിട്ടുള്ള എന്താ പറയുക കാരണങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റുകയാണ്. അതിലൂടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ക്ലാരിറ്റിയിലൂടെ പിന്നെ അവിടെ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക. ഓക്കെ, ഒരു അഡ്വാൻസ്, ഒരു അപ്ഗ്രേഡ് നടക്കുന്നുണ്ട്. അതൊരു പ്രോപ്പർ കണക്ഷനായിട്ട്, പ്രോപ്പർ റിലേഷൻഷിപ്പിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു കൺഫെഷൻ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫെസ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാണുന്നു. അപ്പം ഇപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതായത് ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ, ഇനി മ്യൂച്വൽ അട്രാക്ഷൻ, ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്കും അതേ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ. ഓക്കെ, പക്ഷേ യാതൊരു തരത്തിലും നിങ്ങൾക്കും അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അവരും ഇങ്ങോട്ട് ഒരു തരത്തിലും പ്രൊസീഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക, ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഇതിനപ്പുറം നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ പക്ഷെ അതിന് റെഡിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളോട് കൺഫെസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫെസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായും ഈ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തിലാണ് നിങ്ങളിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഈ വ്യക്തിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നു. അതായത് കമ്മ്യൂണിക്കേഷനിൽ അപ്പോൾ എന്തുകൊണ്ട് ഇത്ര നാളൊരു പ്രോഗ്രസ് ഉണ്ടായില്ല എന്നതിൻ്റെ ഒരു വ്യക്തത ലഭിക്കുകയാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതുപോലെ നിങ്ങളുടെ ഫീലിങ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുകയാണ്. അങ്ങനെ നിങ്ങൾ പെട്ടെന്നാണ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വളരെ പെട്ടെന്നാണ് അതൊരു റിലേഷൻഷിപ്പായിട്ട്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു എന്താ പറയണ്ടേ സൗഹൃദത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു ബിഗിനിങ് ഓഫ് എ കണക്ഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ അവിടെ വ്യക്തത വരികയാണ്, നിങ്ങൾ ആ വ്യക്തിക്ക് ആരാണെന്നും ആ വ്യക്തിക്ക് നിങ്ങൾ ആരാണെന്നും ഉള്ള ഒരു കൃത്യമായ വ്യക്തത ലഭിക്കുന്നു. പിന്നെ അവിടെ നിന്ന് പെട്ടെന്നാണ് ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെമ്പറൻസ് കാർഡാണ്. കൂടുതൽ എന്താ പറയണ്ടേ, വളരെ ഒരു സമാധാനം നിറഞ്ഞ, കൂടുതൽ കോൺഫിഡൻസ് നിറഞ്ഞ രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളായാലും
പാർട്ട്ണറാണെങ്കിൽ അവരിൽ നിന്നൊക്കെ ആ ഓർമ്മകളിൽ നിന്ന്, ആ ഓർമ്മകൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ ഒരു അനുഭവങ്ങൾ ഉണ്ടാക്കിയ വേദനകളിൽ നിന്ന് നിങ്ങൾ മുഴുവനായിട്ടും പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കില്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതവും വ്യക്തി ജീവിതവും ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ, അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിട്ട് ഞാൻ കാണുന്നു ഇതിനെ. ഓക്കെ, നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരികയാണ്. എന്തൊക്കെ ഇതൊരു ന്യൂ സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന നിങ്ങളെ ഒരു ബ്രോക്കൺ മാരേജ് ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് ആണ് ആ ഒരു എന്താ പറയേണ്ട സുഹൃത്ത് ബന്ധം നിങ്ങളും ഒരു വ്യക്തിയും തമ്മിലുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം. അപ്പം നിങ്ങളും തമ്മിലൊരു ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ആ വ്യക്തി നിങ്ങളോട് കൺഫസ് ചെയ്യാണ്. അവർക്ക് നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, അതാണ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയണ്ടേ, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഒരു പ്രണയ ജീവിതത്തിൽ ഒരു എന്താ പറയുക, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ അധ്യായം അങ്ങനെ തുറക്കുകയാണ്. നിങ്ങൾ വളരെയധികം ഈ പറഞ്ഞ പോലെ സമാധാനം അനുഭവിക്കുന്ന ഒരു പുതിയ അധ്യായമാണ് ഈ പ്രണയ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. മുന്നിൽ കഴിഞ്ഞു പോയ വേദനകളോ വിഷമങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, അഥവാ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിരുന്നുവെങ്കിലും അതൊക്കെ നിങ്ങൾ ഒരു വേദനയിൽ അവസാനിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിടുതൽ നേടാനായിട്ട് ഈ ഒരു കണക്ഷനും ഈ ഒരു വ്യക്തിയും നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനത്തെ ഒരു വ്യക്തിയെയാണ്, ഇങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ തീവ്രമായി ആഗ്രഹിച്ചിരുന്നത്, ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലുള്ള ഓൾറെഡി ഉള്ളത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, അവർ ഓൾറെഡി അട്രാക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഓൾറെഡി ഉള്ള ഈ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ, ആ വ്യക്തിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ്, അവരെ എങ്ങനെയായിരിക്കും, അവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രൈബ്സ് എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ? വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലോ അവരെന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൽ അവർ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിലും വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവണം, ഇത് സക്സസ്ഫുൾ ആവണം എന്ന് ജെന്യുവിനായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയും അതിനായിട്ട് പരിശ്രമിക്കുന്ന ഒരാളും കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ആൾ. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്താവട്ടോ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്താണ് ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലുള്ള ഈ റൊമാൻറ്റിക് പാർട്ട്ണർ അല്ലെങ്കിൽ അവരെ ഓൾറെഡി അട്രാക്റ്റഡ് ആയിട്ടുള്ള ഈ വ്യക്തിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ്? അവർ എന്താ പറയണ്ടേ, ഒരു ഈ എന്താ പറയേണ്ടത്, കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഡെസ്റ്റിനിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ചിന്തിച്ചിരിക്കുകയല്ല, പ്രവർത്തിക്കാനാണ് ആൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ചിന്തിച്ചിരിക്കുന്നതിനപ്പുറം പ്രവർത്തിക്കാനാണ് ആൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വളരെ അംബീഷ്യസ് ആണ്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ, ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ്. വളരെ ബുദ്ധിയുള്ള ഒരാളും കൂടിയാണ് കേട്ടോ. വളരെ പിന്നെ ഇപ്പം എന്താ പറയുക, ഫിസിക്കൽ സ്ട്രെങ്ത് അവർക്ക് ഉണ്ടായിരിക്കും. അവരൊന്നില്ലെങ്കിൽ ഈ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞത് പോലെ ഫിറ്റ്നസ്സൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കും. നല്ലൊരു പാർട്ട്ണറായിരിക്കും, നല്ലൊരു ഹസ്ബൻഡ്, നല്ലൊരു വൈഫായിരിക്കും എന്ന് കാണുന്നു. ഓക്കെ, അവർക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തും കൂടി ആയിരിക്കും. ജസ്റ്റ് പാർട്ട്ണർ മാത്രമല്ല, നിങ്ങളുടെ നല്ല സുഹൃത്തും കൂടിയാണ്. വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്ത് ചാലഞ്ച് ഉണ്ടെങ്കിലും ആ ചാലഞ്ചുകളൊക്കെ നേരിടാനുള്ള ധൈര്യമുള്ള ആളാണ്. പിന്നെ അവർക്ക് പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ അവർ വളരെ പ്രൊട്ടക്റ്റീവായിരിക്കും എന്ന് ഞാൻ കാണുന്നു. അവർക്കും നിങ്ങൾക്ക് എത്രത്തോളം ഫീലിങ്സ് ഉണ്ടോ അതേപോലെ തന്നെ തിരിച്ചും ഫീലിങ്സ് ഉണ്ട്. മ്യൂച്വൽ അട്രാക്ഷൻ 2 of Cups ആണ് കേട്ടോ ഈ കാണുന്ന ഈ കാർഡ്. അപ്പോൾ ആ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ അവിടെ ഉണ്ട്. ഇനി റൊമാൻസ്. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇനി ഈ വ്യക്തിക്ക് ഗ്രൂപ്പ് 3യിലുള്ള കളക്റ്റീവിനോടുള്ള ഇൻറ്റൻഷൻ എന്താണ്? അപ്പോൾ അവരൊന്നില്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ സംഭവിക്കാനേ പോകുന്നുള്ളൂ, കൺഫേസ് ചെയ്യാനേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ ഓൾറെഡി ബിഗിനിങ് ഓഫ് ദ റിലേഷൻഷിപ്പാണ്. അവർക്ക് എന്താണ് അവരുടെ ഇൻറ്റൻഷൻ ഗ്രൂപ്പ് 3യിലെ
അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ റിലയബിൾ ആണ്, വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാവുന്ന വ്യക്തിയാണ്. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവരാഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങൾ. ഓക്കെ, അവരെ കണ്ണിൽ നിങ്ങൾ ഡിവൈൻ ഫെമിനിനാണ്. വളരെയധികം നിങ്ങൾ വളരെ ഒരു ഭംഗിയുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അവർ വളരെ അട്രാക്റ്റഡ് ആണ് നിങ്ങളിൽ. അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് നിങ്ങൾ. ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി ആണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ എന്ന് ഞാൻ കാണുന്നു. അവർ ചിലപ്പോൾ അതൊന്നും പറയുന്നുണ്ടാവില്ല മുഴുവനായിട്ട്, പക്ഷെ അവർ ഓൾറെഡി ആ ഒരു ഫാമിലി ലൈഫൊക്കെ നിങ്ങളുടെ കൂടെ അവരിപ്പോഴേ ഇമാജിൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസും ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഓൾറെഡി അതൊക്കെ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ നടക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്ലാരിറ്റി, അതായത് അവരൊരുപാട് നാളായിട്ട് കാത്തിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു പാർട്ട്ണർ എന്നൊരു നിലയാണ് നിങ്ങളെക്കുറിച്ച് കാണുമ്പോൾ. ഒരു ലോങ് ടേം പ്ലാനാണ് അവർക്ക് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ, ഒരു ചെറിയ കാലത്തേക്ക് കുറച്ച് നാളത്തേക്കുള്ള ഒരു പാർട്ട്ണർ അങ്ങനെയല്ല ഞാൻ കാണുന്നത്, ലോങ് ടേം ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയണ്ടേ ഒരു റിലേഷൻഷിപ്പ്. മുന്നൊക്കെ അവർക്ക് ഒരുപാട് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ അവർ വളരെയധികം ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ അവരപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാരേജ് അല്ലെങ്കിൽ ഫാമിലി ലൈഫൊക്കെ നിങ്ങളുടെ കൂടെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളോടൊന്ന് ഓപ്പണായി സംസാരിക്കണം എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. ആ ക്ലാരിറ്റി, നിങ്ങളും അങ്ങനെ തന്നെയാണ് ഇവരെ കാണുന്നത്, നിങ്ങൾക്കും എന്താ പറയുക ഇതേ പ്ലാനുകൾ തന്നെയാണോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളത് എന്നൊക്കെ കൃത്യമായി അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ആ ക്ലാരിറ്റി വേണം എന്നവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഓക്കെ, ഇനി എന്തെങ്കിലും അവരുടെ ഇൻറ്റൻഷനെ കുറിച്ച്, ഗ്രൂപ്പ് 3യോടുള്ള ഇൻറ്റൻഷനെ കുറിച്ച് പറയേണ്ടതുണ്ടോ? വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, അവരാഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ എന്ന രീതി അതാണ് നിങ്ങൾ. ഓക്കെ, അവരത് വളരെ ത്രിൽഡാണ്, അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു പുതിയ അനുഭവമാണ് അവർക്ക് കേട്ടോ. അവർക്കറിയാം ഇത് അവരുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായമാണ്. അവർക്ക് വളരെ എന്താ നല്ലൊരാളെ കണ്ടെത്തുക, അല്ലെങ്കിൽ മനസ്സിനെ ആഗ്രഹിച്ച ആ ഒരാളെ കണ്ടെത്താൻ സാധിച്ചതിൽ അവർ വളരെ സക്സസ്ഫുൾ ആയി എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അവർ വലിയൊരു കാര്യം നേടി എന്നൊരു തോന്നലുണ്ട് അവർക്ക്. അവർ എന്താ പറയുക വിജയിച്ചു, അല്ലെങ്കിൽ അവർക്കൊരു വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനത്തെ ഒരു തോട്ട് അവർക്ക് നിങ്ങളെ കുറിച്ചിട്ടുണ്ട്. അവർ വളരെ ഫുൾഫിൽഡാണ് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ ആസ് എ പാർട്ട്ണർ അവർ അത് എൻവിഷൻ ചെയ്യുമ്പോൾ അവർ ഓൾറെഡി വളരെ സാറ്റിസ്ഫൈഡ് ആണ്, അവർ വളരെ ഫുൾഫിൽഡ് ആണെന്ന് കാണുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് 3യിലെ കളക്റ്റീവും ഈ വ്യക്തിയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന വ്യക്തി, അതായത് അവർക്ക് ഓൾറെഡി അറിയുന്ന ഒരാളാണ്, ഓൾറെഡി അവർക്ക് ഒരു ക്രഷ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഡേറ്റിങ്ങിലാണ്, ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. ഈ ഒരു രണ്ടുപേരുടെയും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്? ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റങ്ങൾ കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ ടവർ. ഓക്കെ, clarify the 2 of Pentacles. ഓക്കെ, കുറച്ചൊരു എന്താ പറയേണ്ടത് ഹാർമോണിയസ് ആവുമെന്ന് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോവുക. നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഞാനിവിടെ ചോദിച്ചിട്ടുണ്ടായത് ഇതൊരു കല്യാണത്തിലേക്ക് പോകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ കൂടെ അത് ശരിയായിരിക്കുമോ, സക്സസ്ഫുൾ ആയിരിക്കുമോ, അതിനൊരു സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, അതിനൊരു എനർജി ഉണ്ടെങ്കിൽ 4 of Wands അല്ലെങ്കിൽ ലവേഴ്സ് കാർഡ് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 4 of Wands വീണത് കേട്ടോ. ഇപ്പോൾ 4 of Wands നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് ഭാവിയിൽ കല്യാണം കഴിക്കണം, ഒരു ജീവിതം ഒരുമിച്ച് വേണം എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുകയാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അതിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. പിന്നെ ഈ ഒരു ടവർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്
നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞല്ലോ, ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ കയറാൻ, അങ്ങനെ ഓരോ സ്റ്റേജ് നിങ്ങൾ കടക്കുന്നത് വളരെ പെട്ടെന്നാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് എനർജി ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അത് ഞാൻ കാണുന്നുണ്ട്. ഇതൊരു നല്ല പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, നിങ്ങളും ഈ വ്യക്തിയും എന്ന് പറഞ്ഞാൽ ഗുഡ് പാർട്ട്നേഴ്സാണ്. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും ആ ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാ ഒരു എന്താ പറയണ്ടേ സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ എനർജിയും കാണുന്നു. ഒരുപാട് എക്സ്പാൻഷൻ, ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക, കുറച്ച് ക്ഷമ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് എത്ര ബുദ്ധിമുട്ടും ചാലഞ്ചസൊക്കെ ഫേസ് ചെയ്താലും ഭാവിയിൽ ലൈഫിൽ, ഓക്കെ, എല്ലായ്പ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലായ്പ്പോഴും ഒരു സിറ്റുവേഷനിലായിരിക്കില്ലേ. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ പോവുകയാണെങ്കിൽ ഇടയിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടെ പോവുകയാണെങ്കിൽ അതിലും ഒരു മാറ്റം ഉണ്ടായിരിക്കും. മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ലൈഫാണ്, ഹ്യൂമൻ ലൈഫാണ്. അപ്പോൾ ചിലപ്പോൾ ചാലഞ്ചസൊക്കെ വന്നാൽ കൂടിയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേഷ്യൻസും വിശ്വാസവും കാണിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പേഷ്യൻസും വിശ്വാസവും ഉണ്ടായി എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങൾ പരസ്പര വിശ്വാസത്തോടെ ആ ഒരു ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇതൊരു സക്സസ്ഫുൾ കണക്ഷനാണ്. ഓക്കെ, ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഇവരുടെ ആ ഒരു കണക്ഷൻ്റെ, റൊമാൻറ്റിക് കണക്ഷൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് അറിയേണ്ടതുണ്ടോ? പരമാവധി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു മുന്നോട്ട് പോകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ അതൊക്കെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ചിലപ്പം എല്ലാവരും നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങളുടെ കല്യാണ ജീവിതത്തിൽ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വിഷമങ്ങൾ പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലരിൽ അതൊരു അസൂയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹെയർഫനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഫാമിലിയുടെ അപ്രൂവലോട് കൂടി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അപ്രൂവലോട് കൂടിയിട്ടുള്ള ഒരു വിവാഹം, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കണക്ഷനിൽ. അതും ഞാൻ കാണുന്നുണ്ട്. വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, സ്വപ്നം കണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നത്. അതിനുള്ള സാധ്യത, ആ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു കണക്ഷനാണ് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്ന ഈ ഒരു റിലേഷൻഷിപ്പ്. അതുമാത്രമല്ല എന്താ പറയണ്ടേ, ഈ ഒരു നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ ചിലർ ഇതിൽ ഓൾറെഡി കണക്ഷനിലുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ വളരെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് എല്ലാ സാധ്യതയും ഉണ്ട്. പറഞ്ഞ പോലെ കുറച്ച് ക്ഷമ കാണിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പെട്ടെന്നാണ് മാറ്റങ്ങൾ വരിക ഈ ഒരു കണക്ഷനിൽ. നിങ്ങൾ എങ്ങനെയാണോ ഇത് മാനിഫെസ്റ്റ് ചെയ്യണം, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെയാണത് മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നും ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിന് നല്ല ആളെ കിട്ടുമോ അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്കോ അവർക്കോ ഉണ്ടാവില്ല. ഓക്കെ, അത് അത്രയും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു പാർട്ട്ണറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറൊരാൾ, ഇതിനേക്കാൾ നല്ലൊരാൾ, അങ്ങനത്തെ ഒരു ചിന്ത പോലും നിങ്ങളുടെ ഉള്ളിൽ കൂടെ പോവില്ല. ഇപ്പോൾ ആരെങ്കിലും അത് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇതാണ് ഞാൻ ആഗ്രഹിച്ച ആൾ, അതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഓക്കെ, കാരണം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു റിലേഷൻഷിപ്പും പാർട്ട്ണറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരിക്കൽ പോലും ഒരു തമാശയ്ക്ക് പോലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷവും സമാധാനം നിറഞ്ഞ ജീവിതം വേണം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് റിലേഷൻഷിപ്പിലുണ്ടാവും. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം എന്നും കൂടെ ഞാൻ കാണുന്നു. ഇതാണ് നിങ്ങളുടെ എന്താ പറയുക റിലേഷൻഷിപ്പ് ഇനി വരാൻ പോകുന്ന നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു മാറ്റം. ഇനി ഈ വരുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇവരെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന ക്ലൂസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മന്തോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ ഈ ക്ലൂസ് എടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു വ്യക്തി അവരുമായിട്ടാണ്. ഓക്കെ, ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി അവരുമായി കണക്ട് ചെയ്തിട്ടുള്ള മാക്സിമം ക്ലൂസ് ഗ്രൂപ്പ് 3ക്ക് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് ക്ലൂസ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം.
ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മർ സീസൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമ്മർ സീസൺ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് സമ്മർ സീസണിലായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സമ്മർ ആയിരിക്കാം. ഓക്കെ, അതും ഞാൻ കാണുന്നു. പിന്നെ നമുക്ക് കുറച്ച് അതിന് മുന്നേ 2 മാസങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, മാർച്ച് മെയ്. ഓക്കെ, അപ്പോൾ ഈ മാർച്ച് മെയ് മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ കേരളത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മാർച്ച് മെയ് മാസമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണ്ടേ, സമ്മറാണ്, വേനൽക്കാലം തന്നെയാണ്. അപ്പോൾ ആ വേനൽക്കാലത്തിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ ഒരു കണക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ഇനി കിട്ടിയിട്ടുള്ളത് ആഴ്ചകളാണ് കേട്ടോ. മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച. അപ്പോൾ ഈ ആഴ്ചകൾക്കും ഒരു പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആഴ്ചയിലായിരിക്കാം ഈ വ്യക്തി ജനിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ആഴ്ചകളിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് സോഡിയാക് സൈൻസ് ആണ്. ലിബ്ര, ലിയോ, ക്യാൻസർ. ഓക്കെ, അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇതെൻ്റെ സൺ മൂൺ റൈസിംഗ് ആണ്. ഇത് ക്യാൻസർ സൺ, ലിബ്ര മൂൺ, ലിയോ റൈസിംഗ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ കിട്ടിയപ്പോൾ പോലും എനിക്കത് തോന്നിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ സ്പ്രെഡിൽ വെച്ചപ്പോഴാണ് ഇതെൻ്റെ സൺ മൂൺ റൈസിംഗ് സൈനാണ്. അപ്പോൾ ഇതുപോലെ ഈ വരുന്ന വ്യക്തി, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ വ്യക്തിയുടെ സൺ മൂൺ റൈസിംഗ് സോഡിയാക് സൈൻസ് ഈ പറയുന്നതിൽ ഈ 3 ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 1, 2 ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്, എസ്, വി, യു, എ, ജി. ഓക്കെ, ജി ഇവിടെ വയ്ക്കാം, കാണില്ല അല്ലെങ്കിൽ ജി. ഇനി നമുക്ക് കുറച്ചധികം തീയതികൾ കിട്ടിയിട്ടുണ്ട്. 1, 6, 30, 31, 29, 28, 23. ഓക്കെ, 28, 29, 30, 31 ഈ ഒരു സമയം ഒരു ഡേറ്റുകൾ ഇങ്ങനെ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഒരാഴ്ച ഏകദേശം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒട്ടുമിക്ക ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതുപോലെ തന്നെ തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഡേറ്റിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ഈ ആളുടെ, ഈ പാർട്ട്ണറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം. ഇതുപോലെ തന്നെ ഇനീഷ്യൽസ്, അവരുടെ ഫസ്റ്റ് നെയിം തുടങ്ങുന്നതോ, അവരുടെ മിഡിൽ നെയിം തുടങ്ങുന്നതോ, ലാസ്റ്റ് നെയിം തുടങ്ങുന്നതോ, ഈ പറയുന്ന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒക്കെ ഒപ്പായിരിക്കാം. അതും നിങ്ങൾ ക്ലൂസൊക്കെ ഞാൻ തരുന്നു, നിങ്ങളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം, ഈ ക്ലൂസ് തന്നെയല്ലേ കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ക്ലൂസ്, നിങ്ങൾക്കുള്ള എന്താ പറയേണ്ടത്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ കൺഫർമേഷനാണ്, ഇത് നിങ്ങളുടെ ഫയലാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിലും ഇമെയിൽ ചെയ്യുകയാണെങ്കിലും മലയാളത്തിലാണ് നിങ്ങൾക്ക് റീഡിംഗ് വേണ്ടത് എങ്കിൽ അതെടുത്ത് പറയണം. ഓക്കെ, അല്ലാത്ത പക്ഷം ഞാൻ ഇംഗ്ലീഷിലാണ് റീഡിംഗ് ചെയ്ത് തരും. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മലയാളത്തിലാണ് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അയക്കുന്ന ഡോക്യുമെൻ്റ് അത് ഒരു 5 മിനിറ്റ് മതിയാവും അത് വായിക്കാനായിട്ട്. ഓക്കെ, പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഷയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ഷമിച്ച് അതൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം. ഓക്കെ, ചോദിക്കുന്നത് പൊട്ടത്തരാവോ എന്നുള്ള അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനുള്ളത് കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ റീഡിംഗ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം തുടങ്ങി 7ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് റീഡിംഗ് കിട്ടുള്ളൂ. ഓക്കെ, അതിന് മുന്നേ ചിലപ്പോൾ കിട്ടിയേക്കാം, അത് ഉറപ്പില്ല. ഓക്കെ, എന്തായാലും ആ 7ാമത്തെ ദിവസം വിട്ടു പോവില്ല, ആ 7th ഡേ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ക്ഷമ ഉണ്ടാവണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ റീഡിംഗ് കിട്ടുന്ന കാറ്റഗറി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോൾ ബുക്ക് ചെയ്യുന്നോ, നിങ്ങളുടെ ബുക്കിംഗ് പ്രോസസ്സ് എപ്പോൾ കംപ്ലീറ്റ് ആവുന്നോ അപ്പോൾ തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് റീഡിംഗ് വേണം എന്നാണെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 7 ദിവസം കാത്തിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവണം.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതാണ്, ഡോക്യുമെൻ്റ് വായിക്കണം. പലർക്കും അത് വായിക്കാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. അത് തന്നെ മടി കാണിച്ചാൽ പറ്റില്ല. ഓക്കെ, പിന്നെ അത് വായിച്ച് മനസ്സിലാക്കണം. എന്നാലാണ് നിങ്ങൾക്കത് ഓക്കെ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് റീഡിങ് തരിക, അതേത് രീതിയിലാണ് അപ്ലോഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്താ പറയുക, അത് വായിച്ചാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചിലത് നമുക്ക് അതിനോട് യോജിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അത് വേണ്ടാന്ന് വെക്കാമല്ലോ. അല്ലാണ്ട് നിങ്ങളത് വായിക്കാതെ നമ്മളെല്ലാം കഴിഞ്ഞ് റീഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കും എൻ്റെയും സമയം വേസ്റ്റാണ്, നിങ്ങളുടെയും സമയം വേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ റീഡിങ്ങിൽ പറയുന്ന എല്ലാ ഷിഫ്റ്റും മാറ്റങ്ങളും ഒക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ റീഡിങ്ങിൻ്റെ കൂടെ നിങ്ങൾ ഇന്നത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, നിങ്ങൾ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ അവസരം വരും, നിങ്ങളത് ഉപയോഗിക്കണം, ഇങ്ങനെ കുറേ ഗൈഡൻസ് തരും ഇല്ലേ, അത് നിങ്ങൾ ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, കുറേ പേർക്ക് എന്താണെന്ന് വെച്ചാൽ അതൊന്നും ചെയ്യില്ല, എന്നിട്ട് പിന്നെ പറയും ലൈഫിലൊരു മാറ്റമില്ല, ലൈഫിലൊരു മാറ്റമില്ല, മാറ്റം വരുന്നതുകൊണ്ട് കാണാനില്ലല്ലോ. മാറ്റം വരുന്നത് നമ്മൾ കാത്തിരുന്നാൽ ഒരിക്കലും അത് വരില്ല, നേരം വൈകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാത്തിരിക്കണം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, കാരണം അത് എന്തോ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് പറയണം, എൻ്റെ ജീവിതത്തിൽ എന്തോ കുറവുണ്ടെന്ന്. അപ്പോൾ ആ കുറവുണ്ട് എന്ന് തന്നെ തോന്നിയോണ്ടിരിക്കുള്ളൂ. കാരണം നമ്മൾ ആ ഒരു സ്കേഴ്സിറ്റി എനർജിയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചത് തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പറയുന്ന ഗൈഡൻസ് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഒരു ദിവസമല്ല, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉറപ്പായിട്ടും വരും. ആ പറയുന്ന മാറ്റങ്ങളൊക്കെ വരും, സംഭവിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയണത്. ഓക്കെ, പക്ഷെ നമ്മളത് ഫോളോ ചെയ്യണം. കുറച്ച് പാടാണ്, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ കംഫർട്ട് സോൺ പുറത്തായിരിക്കും, പക്ഷെ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ പറയാനുള്ളത്, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇതുവരെയും റേറ്റിൻ്റെ കാര്യം ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഞാൻ അയക്കുന്ന ഡോക്യുമെൻറ്റിൽ 4 ടേബിളുകളാണുള്ളത്. ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4. അതിൽ നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് റീഡിങ് കണ്ടിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എങ്കിൽ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ടേബിൾ, അതായത് നിങ്ങൾ നോക്കേണ്ട ടേബിൾ, അതായത് ടേബിൾ എന്ന് പറയുമ്പോൾ റീഡിങ്ങുകളെ സമയത്തിനനുസരിച്ചിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, 15 മിനിറ്റിൻ്റെ റീഡിങ്, 20 മിനിറ്റിൻ്റെ റീഡിങ്, 30 മിനിറ്റിൻ്റെ, 1 മണിക്കൂറിൻ്റെ, അങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കേണ്ടത് ടേബിൾ 1ഉം ടേബിൾ 2ഉമാണ്. ഇനി ചന്ദ്രകണ്ഠ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുക്കുമ്പോൾ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണുന്നതിനൊപ്പം തന്നെ ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ഈ ജോയിൻ എന്ന് പറഞ്ഞാൽ അതൊരു മെമ്പർഷിപ്പ് പ്ലാനാണ്. ഓക്കെ, അപ്പോൾ അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ മാസം ഒരു തുക അടച്ചിട്ടാണ് ആ മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് സൗജന്യമല്ലാന്ന്. ഓക്കെ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സൗജന്യമാണ്, മെമ്പർഷിപ്പ് സൗജന്യമല്ല. അപ്പോൾ അത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഇളവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അവർ ആ സമയത്ത് തന്നെ, അവർക്ക് അപ്പോൾ തന്നെ അത് കാണാൻ പറ്റും. ബാക്കി ഞാൻ കൃത്യസമയത്താണ്, ബാക്കിയുള്ളവർക്ക് ആ ഒരു സമയം ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സമയത്തിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ മെമ്പേഴ്സിന് ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്താലും അത് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല അവർക്ക് കിട്ടുന്ന പേഴ്സണൽ റീഡിങ്, അതിൻ്റെ റേറ്റിൽ അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, ഡിഫോൾട്ടായിട്ട് അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെയാണ്. ആ വില വിവര പട്ടികയാണ് ടേബിൾ 3ഉം 4ഉം. ഓക്കെ, അപ്പോൾ അവർക്കുള്ളത്, അതായത് ഈ ചന്ദ്രകണ്ഠ ടാരോട്ടിൻ്റെ മെമ്പർഷിപ്പ് പ്ലാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് ഉള്ള വിവര പട്ടികയാണ് ടേബിൾ 3, ടേബിൾ 4. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ ടേബിൾ 1 അല്ലെങ്കിൽ 2 ആണ് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം എനിക്ക് തിരുത്തേണ്ടി വന്നു. അപ്പോൾ ഞാനത് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാമല്ലോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് റീഡിങ് വേണ്ട, നിങ്ങളിപ്പോൾ എൻക്വയറി ചെയ്തു, ഇപ്പോൾ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ അറിയിച്ചോളൂ. ഓക്കെ, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യാമെന്നോ എന്തെങ്കിലും പറയും. സൈലൻസ് ഒരു വല്ലാത്ത ആക്വേർഡായിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം നമ്മൾ ഒരു ദിവസം 5 റീഡിംഗ് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന ബുക്കിംഗ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അവരെ പിറ്റത്തെ ദിവസത്തെ റീഡിംഗ് ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, 5 റീഡിംഗ് മാക്സിമം ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് 5 റീഡിംഗ് ആണ് ഞാൻ ബുക്കിംഗ് സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഈ 5 റീഡിങ്ങിൽ 24 മണിക്കൂറിൻ്റെ ഒരു റീഡിംഗ് വന്നാൽ അതിനാണ് ഒബ്വിയസ്ലി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം അത് 24 മണിക്കൂറിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനാണ് പ്രയോറിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾ വേഗം ആദ്യം അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോൾ വേഗം അതിന് നിങ്ങൾ മറുപടിയൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തുണ്ടാവും,
നിങ്ങൾക്ക് റീഡിങ് അന്നത്തെ ദിവസം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ നേരം വൈകി നിങ്ങൾ സമയം എടുക്കുകയാണെങ്കിൽ പിന്നെ അത് വേറെ ദിവസത്തേക്കായിട്ട് മാറും. പിന്നെ പേയ്മെൻറ്റ് യാതൊരു കാരണവശാലും ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് ട്രാൻസാക്ഷൻ ഞാൻ ഷെയർ ചെയ്യില്ല. ബാങ്ക് ഡീറ്റെയിൽസ് ഒട്ടും ഷെയർ ചെയ്യില്ല കേട്ടോ. അതെൻ്റെ ഒരു തീരുമാനമാണ്, അത് ഞാൻ ചെയ്യില്ല. അതിന് പകരമാണ് ഗൂഗിൾ പേയും പേപ്പാലും. പേപ്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്ക് അവർ പേ ചെയ്യേണ്ടത് ആ പേപ്പാലിലൂടെയാണ്. ഓക്കെ, ഇന്ത്യക്ക് അകത്ത് താമസിക്കുന്നവർക്കുള്ളതാണ് GPay. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷനേ ഉള്ളൂ. വേറൊരു ഓപ്ഷൻ ഉണ്ടോ, വേറെ ചെയ്യാമോ എന്ന് ചോദിക്കരുത്. വേറെ ഇല്ല. കാരണം ഇതാണ് ഞാൻ രജിസ്റ്റർ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള 2 ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അത് ഇതിലേതെങ്കിലും ഒന്ന് തന്നെ നിങ്ങൾ അതിനൊരു സോഴ്സും കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ബുക്ക് ചെയ്യുന്നത് പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, ഞാൻ അതിനുള്ള ഉത്തരമൊക്കെ തരുന്നതാണ്. അപ്പോൾ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കും വീഡിയോസ് കാണുന്നവർക്കും ഫീഡ്ബാക്ക് അറിയിക്കുന്നവർക്കും റീഡിങ് റെസനേറ്റ് ചെയ്തത് അറിയിക്കുന്നവർക്കും എല്ലാം, ഓക്കെ, സജഷൻസ് തരുന്നവർക്കും പുതിയ ടോപ്പിക്കുകൾ സജസ്റ്റ് ചെയ്യുന്നവർക്കും എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ ഒരുപാട് വളർച്ച സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലാണെങ്കിലും വ്യൂസിലാണെങ്കിലും ചന്ദ്രകണ്ഠ ടാരോട്ടിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഒരുപാട് നന്ദി. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്